So now Act 1, that is the scene 1, and it begins in the home of Willie Loman. അപ്പോൾ ആക്ട് 1-ലാണ് ഒരുപാട് സീനുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. ദറ്റ് ഈസ് ഇറ്റ് ബിഗിൻസ് ഇൻ ദ ഹോം ഓഫ് വില്ലി ലോമാൻ ആൻഡ് വില്ലി റിട്ടേൺസ് ഹോം എക്സോസ്റ്റഡ് ഫ്രം ഹിസ് ലേറ്റസ്റ്റ് സെയിൽസ് എക്സ്കർഷൻ. He worries because he is having difficulty remembering events as well as staying focused on the present. അപ്പോൾ സൈക്കോളജിക്കൽ കയോസ് ആണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. ഹിസ് വൈഫ് ലിൻഡ റീഅഷ്യൂർസ് ഹിം ദറ്റ് ഹി ഈസ് ഓൺലി സഫറിങ് ഫ്രം മെൻ്റൽ ഫാറ്റിക്. അപ്പോൾ ഒരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നതാണ് ലിൻഡയുടെ സ്ഥിരം ഏർപ്പാട്. അപ്പോൾ ലിൻഡ ചെയ്യുന്നത്, ഷീ ഈസ് എ ഗുഡ് വൈഫ്, ഷീ സീസ് ദറ്റ് യു ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം വിത്ത് യുവർ മൈൻഡ് ഓർ എനിത്തിങ്, ജസ്റ്റ് മെൻ്റൽ ഫാറ്റിക്, നിങ്ങൾ തളർന്നിരിക്കണം, ഒരുപാട് വർക്ക് ചെയ്തിട്ട് തളർന്നിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ലിൻഡ സജസ്റ്റ് ദാറ്റ് വില്ലി ഷുഡ് റിക്വസ്റ്റ് എ ന്യൂയോർക്ക് അസൈൻമെൻറ്റ് റാദർ ദാൻ ട്രാവൽ ഈച്ച് വീക്ക്. അപ്പോൾ കുറച്ച് ഓൾഡ് ആയതല്ലേ, ഇത്രയും പ്രായമായതാണ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോകും. ലിൻഡ അപ്പോൾ സജസ്റ്റ് ചെയ്യുന്നത് ദാറ്റ് ഹീ ഷുഡ് ആസ്ക് ഹിസ് ബോസ് ഫോർ എ ന്യൂയോർക്ക് അസൈൻമെൻറ്റ്. ഓക്കെ, at first Willie hesitates, complaining that his boss Howard does not respect his contributions to the company and might not listen to him. But Linda encourages Willie to tell Howard of his accomplishment. Willie decides to talk to Howard in the morning. ഓക്കെ, അപ്പോൾ അവിടെ നടക്കുന്നത് എന്താണ്, ഇവർ തമ്മിലുള്ള ഒരു ഡിസ്കഷനാണ്. അയാളുടെ ജോബിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, അയാൾക്ക് മെൻ്റലി അയാൾ എത്ര എക്സോസ്റ്റഡ് ആണ് എന്നുള്ളതും എന്തെല്ലാം ട്രബിൾസ് ഉണ്ടെന്നുള്ളതൊക്കെ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. In the first scene itself. Over here the husband and wife is discussing. Through the conversation we can understand that the issues, the basic issue that troubles Willie and the way how Linda takes care of her husband. Now അടുത്ത പ്രശ്നത്തിലേക്ക് പോവാണ്. Willie and Linda argue about their son Biff. Willie calls Biff a lazy bum, but Linda defends Biff on the premise that he is still trying to find himself. Willie then contradicts his previous statement by saying that Biff is not lazy and he decides to get Biff a job as a salesman. Willie drifts back into the past. കണ്ടോ, ഇപ്പോൾ ഇതുവരെ എങ്ങനെയാണ് ഇവിടെ നമ്മൾ ഈ പറയുന്ന ഈ സംഭവങ്ങളെല്ലാം പ്രസൻറ്റിൽ നടക്കുന്നതാണ്. ഓക്കെ, ഇതിൽ ഇപ്പം ഹി ഡിസൈഡ് ടു ഗെറ്റ് ബിഫ് എ ജോബ് ആസ് എ സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ കാണുന്നതെല്ലാം എന്ത് സംഭവിക്കുകയാണ്, ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഹാപ്പൻസ് ഇൻ പാസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഷിഫ്റ്റ് ഉണ്ട്, പ്രസൻറ്റിൽ നിന്ന് പാസ്റ്റിലേക്കും പിന്നെ ചിലപ്പോൾ ഫാൻറ്റസികളിലേക്കും ഒക്കെ മാറി മാറി വരുന്ന ഒരു ഷിഫ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു ത്രൂ ഔട്ട് ദിസ് പ്ലേ ദാറ്റ് ഹാപ്പൻസ്. അപ്പോൾ അത് സ്റ്റേജിൽ ഇങ്ങനെ നടക്കുന്നുണ്ടാവും. അപ്പോൾ സ്റ്റേജിൻ്റെ ഒരു ഭാഗത്ത് തന്നെ അയാളെ മെമ്മറീസും കാര്യങ്ങളും, ഇപ്പോൾ മെമ്മറി പ്ലേസ് ഉണ്ടല്ലോ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഗ്ലാസ് മെനേജറി പോലുള്ള പ്ലേസിലൊക്കെ നമുക്കിങ്ങനെ ഒരു മീൻസ് ഒരു ക്യാരക്ടറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് വേറൊരു ഭാഗത്ത് കുറേ ആക്ഷൻസ് നടക്കുന്നുണ്ടാവും. അതുപോലെ ഓക്കെ, ദാറ്റ് ഈസ് ഹി സേസ് ദാറ്റ് വില്ലി ഡ്രിഫ്റ്റ്സ് ബാക്ക് ഇൻ ടു ദ പാസ്റ്റ്. അപ്പോൾ അവിടെ വേറെ പാസ്റ്റിലേക്ക് പോയി. റിമെമ്പറിങ് ഹൗ എവറി വൺ അഡ്മയർഡ് ബിഫ് വെൻ ഹി വാസ് ഇൻ ദ ഹൈ സ്കൂൾ. ഹി കംസ് ഔട്ട് ഓഫ് ഹിസ് റിവറി ആൻഡ് അഷ്യൂർസ് ലിൻഡ ദാറ്റ് ഹി ഈസ് ഫൈൻ. ഓക്കെ, അപ്പോൾ ഇവിടെ തൊട്ടിട്ട് ഇതുവരെ പെട്ടെന്ന് പോകുന്നത് പാസ്റ്റിലേക്കാണ്. എങ്ങനെയാണ്, ദാറ്റ് ഈസ് വെൻ Biff was an outstanding or smart boy during his high school and he was a good football player etc. കുറേ കാര്യങ്ങളുള്ളത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. So then he suddenly comes back to the reality and he announces that he will no longer argue with Biff about his job. Linda suggests a picnic lunch and Willie realizes that all day he thought that he was driving the 1928 Chevy rather than the Studebaker. അപ്പോൾ രണ്ട് കാറുകളാണ്. അപ്പോൾ ഇയാളുടെ ഒരു തോട്ടിലുള്ള പ്രശ്നം കാണിക്കാൻ വേണ്ടി, ഇയാൾക്ക് ഓർമ്മകൾ നിൽക്കുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ കരുതിയിട്ടുള്ളത് എന്താണ്, 1928 ഷെവർലെ എന്ന് പറയുന്ന നമ്മുടെ ഷെവി, ദാറ്റ് ഈസ് ലോക്കലായിട്ട് അമേരിക്കയിലെ ഷെവി എന്നാണ് പറയാം. അപ്പോൾ ഈ ഷെവി എന്ന് പറയുന്ന കാറാണ് ഓടിക്കുന്നത്. ശരിക്കും ആക്ച്വലി സ്റ്റുഡ്ബേക്കർ എന്ന് പറയുന്ന കാറാണ് അയാൾ ഓടിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത്. ആ ഫാക്റ്റ് അയാൾ മറക്കാൻ, രണ്ടും മിക്സായി പോവുകയാണ്. ഇങ്ങനെ പാസ്റ്റും പ്രസൻറ്റും മെമ്മറീസും തമ്മിലുള്ള ഒരു മിക്സ്ചർ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, സോ ടു ഷോ ദാറ്റ് സൈക്കോളജിക്കൽ chaos, psychological disturbance. Okay, now we can go to the next scene. Begins in the boys' bedroom. അപ്പോൾ ബോയ്സിൻ്റെ ബെഡ്റൂമിലാണ് നടക്കുന്നത്. Willie's sons Biff and Happy overhear him. Happy tells Biff that Willie has started talking to himself nearly all of the time. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഈ ഇടയിൽ ഇയാൾ സ്ലിപ്പ്
ചെയ്ത് ബാക്കിലേക്ക് പോകുന്നത് അത് കുട്ടികൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് മീൻസ് കുട്ടികളല്ല, ദെയർ ചിൽഡ്രൻ. ഓക്കെ, ദേ ആർ ഗ്രോൺ അപ്പ് മെൻ എനിവേ. സോ Happy tells Biff that Willie has started talking to himself nearly all of the time. According to Happy, Willie is usually talking to Biff during his private reveries. The boys reminiscence about old times and women. എന്താണ് ഇവിടെ ഈ ഒരു ചർച്ച സംഭവിക്കുന്നത്? ശരിക്കും റിയൽ ബിഫ് അപ്പുറത്തും പിന്നെ ഹാപ്പി അപ്പുറത്തുണ്ട്. സോറി, ഞാൻ അവിടെ ലക്കി എന്നാണ് പറഞ്ഞതില്ല, ലക്കി അല്ല കേട്ടോ, ഹാപ്പിയാണ്. ഹാപ്പി എന്താണ്, ദാറ്റ് ഈസ് ഹി വാസ് ആക്ച്വലി അവിടെ അപ്പുറത്തെ റൂമിലുണ്ട്. അതിൽ ഹാപ്പിക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഹാപ്പി പറയുന്നത് ഇങ്ങനെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്, ഫാദർ സെൽഫ് ടോക്ക് ചെയ്യുന്നുണ്ട്, അതിൽ കാര്യമായിട്ട് നിന്നോട് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, now Biff explains that he has returned home because he is dissatisfied with his job. അപ്പോൾ അത് കുറച്ച് കാലമായിട്ട് വീട്ടിലില്ല, ഇപ്പം തിരിച്ചു വന്നിരിക്കുകയാണ്. ആൻഡ് ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ്, ഓക്കെ, he is not happy. Because Biff enjoys outdoor labor, working on the farm is ideal. However, Biff is discontent toiling for someone else. Biff dreams of owning his own ranch and working it with Happy. എങ്ങനെയാണ് കരുതുന്നത്? ഇവിടെ കരുതുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഫ് പറയുന്നത് he is not happy with his current job, but he loves working outdoor. ഓക്കെ, അപ്പോൾ ഔട്ട്ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഫാമിലൊക്കെ വർക്ക് ചെയ്യുന്ന അങ്ങനത്തെ രീതിയിലുള്ള വർക്കാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ സ്വന്തമായിട്ട് വേറെ ആൾക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി സ്വന്തമായിട്ട് നന്ദി ഇങ്ങനെ ഒരു ഇത് റാഞ്ച് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അതിൽ എന്താണ് നമുക്ക് ഹാപ്പിയുടെ കൂടെ വർക്ക് ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റ്. അപ്പോൾ അതിന് കുറച്ച് ഫിനാൻഷ്യൽ അസിസ്റ്റൻസൊക്കെ അവർക്ക് ആവശ്യമുണ്ട്. ഓക്കെ, നൗ he contemplates asking Bill Oliver. അപ്പോൾ ബിൽ ഒലിവർ എന്ന് പറയുന്ന ഒരു ആളുണ്ട്. അയാളിൽ നിന്ന് കുറച്ച് എന്താണ് ഫോർ ഫിനാൻഷ്യൽ സപ്പോർട്ട്, ബട്ട് ഈസ് ഹെസിറ്റൻറ്റ് ബിക്കോസ് ഹീ ഈസ് അഫ്രൈഡ് ബിൽ വിൽ റിമെമ്പർ ദാറ്റ് ഹി സ്റ്റോൾ സം ബാസ്കറ്റ് ബോൾസ് ഫ്രം ഹിം ആസ് എ ടീനേജർ. അപ്പോൾ എന്താണ് പ്രശ്നം? ഈ ബിൽ ഒലിവർ എന്ന് പറയുന്ന ആൾ ശരിക്കും ഹീ ക്യാൻ ലെൻഡ് ലോൺസ്. ഓക്കെ, ഹീ ഈസ് എ റിച്ച് മാൻ, he lent loans, ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയ ആളാണ്. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് ഇവിടെ നമ്മുടെ ബിഫിനൊരു പ്രശ്നമുണ്ട്. ബിഫ് വെൻ ഹി വാസ് എ ടീനേജർ ഹി സ്റ്റോൾ സം ബാസ്കറ്റ് ബോൾസ് ഫ്രം ബിൽ. അപ്പോൾ അത് ഓർമ്മ ഉണ്ടാവും, ഞാനത് അന്ന് പൊക്കിയതൊക്കെ ഓർമ്മ ഉണ്ടാവും എന്നുള്ളൊരു മടി ഉണ്ട്. ഓക്കെ, Happy becomes enthusiastic listening to Biff talk about the ranch and the possibility of working together. Although Happy has obtained all of the material things he desired, that is an apartment, a car and a seemingly unending supply of women. അതാണ് അവൻ്റെ ജീവിതത്തിൽ അവന് വേണ്ടത്. ഓക്കെ, മെറ്റീരിയൽസ് തിങ്സ് ഒക്കെ എല്ലാം ഉണ്ട് ഒക്കെ. അതായത് ഹി ഈസ് റെപ്രസെൻറ്റിങ് ദ യൂത്ത് ഓഫ് അമേരിക്കൻ യൂത്താണ് കാണുന്നത്. അപ്പാർട്ട്മെൻറ്റ്, കാറ്, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും ഹി ഈസ് ആൾസോ ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ഹിസ് കറണ്ട് ലൈഫ് സ്റ്റൈൽ. ഹി കനോട്ട് ബി പ്രൊമോട്ടഡ്. കാരണം എന്താണ്? Until the merchandise manager leaves or dies, and he realizes that if he is promoted he will be too busy worrying about obtaining more money and material goods to enjoy what he has. എങ്ങനെയാണ് അപ്പോൾ ഇവന് ഇപ്പോൾ കണ്ടൻറ്റഡ് തന്നെയാണ്, എന്നാൽ ഹീ ഈസ് നോട്ട് ഹാപ്പി. അങ്ങനത്തെ രീതിയിലാണ്. ഹീ അച്ചീവ്ഡ് വാട്ട് എവർ ഹീ റിയലി വാണ്ട്സ് ആസ് എ യങ്സ്റ്റർ, ബട്ട് the thing is that still he is not happy because പ്രൊമോഷൻ കിട്ടും വേണം, എന്നാൽ അതുമായി ബന്ധപ്പെട്ട് പിന്നെ പ്രശ്നമാവും ചെയ്ത്. ഹാപ്പി എന്ന് പറയുന്ന ഒരാളുടെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഔട്ട്ലുക്ക് അതാണ് ലൈഫിനോട്. ബിക്കോസ് ഹി ഡോണ്ട് വാണ്ട് ടു ടേക്ക് മോർ ട്രബിൾസ്, ബട്ട് അറ്റ് ദി സെയിം ടൈം ഹി വാണ്ട് ടു എൻജോയ് ഹിസ് ലൈഫ് മോർ ആൻഡ് മോർ. ഹിസ് എ വുമനൈസർ ബേസിക്കലി. നൗ സീൻ 3 അതിൽ ഷിഫ്റ്റ്സ് ബാക്ക് ഇൻ ടൈം. സോ നൗ വി ആർ ഗോയിങ് ടു now we are going to the past. That is, Willie is actually in the kitchen drinking a glass of milk. However, the action that he observes is in the past. അപ്പോൾ ശരിക്കും വില്ലി അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു ഗ്ലാസ് ഓഫ് മിൽക്ക് കുടിക്കുന്നുണ്ട്. പക്ഷേ പിന്നെന്താ സംഭവിക്കുന്നത്? പാസ്റ്റിൽ നടക്കുന്ന കാര്യങ്ങളാണ് അവിടെ കാണുന്നത്. വില്ലി കോച്ചസ് ബിഫ് ആൻഡ് ഹാപ്പി ആസ് ദേ പോളിഷ് ദ ഓൾഡ് 1928 ഷെവി. നമ്മൾ ഫസ്റ്റ് സീനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എന്താണ് കാറ് ഓടിക്കുന്നത് 1928 ഷെവിയാണെന്ന് കരുതി അദ്ദേഹം മുഴുവനെന്ന് കരുതിയില്ല. അതിതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പാസ്റ്റും പ്രസൻറ്റും തമ്മിലുള്ള ആ മിക്സ്ചറിൽ അദ്ദേഹം പല കാര്യങ്ങളും മിക്സായി പോവുകയാണ് അദ്ദേഹത്തിന് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെമ്മറിയിൽ എങ്ങനെയാണ് വരുന്നത്? ദാറ്റ് ഈസ് ഹീ ഈസ് കോച്ചിങ് ഹിസ് ചിൽഡ്രൻ ആൻഡ് ദേ വർ സോ ഹാപ്പി. ഹി ഓൾസോ സർപ്രൈസസ് ദം വിത്ത് എ പഞ്ചിങ് ബാഗ്
Happy mentions he is losing weight and asks if Willie has noticed. സാധാരണ നോർമലി കുട്ടികളും ഫാദറും ഉള്ള പോലെ തന്നെ. Biff shows Willie his new football and admits that he stole the ball from the school locker room. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത് എന്താണ്? Biff shows Willie his new football and admits that he stole the ball from the school locker room. Willie disapproves and instructs Biff to return the ball, but then he defends Biff's action and praises his initiative. അപ്പോൾ നോക്കി നോക്കൂ, ഈ സക്സസ് എന്ന് പറഞ്ഞ കുട്ടികളുടെ പേഴ്സണാലിറ്റി രൂപീകരിക്കുന്ന ഒരു രീതി അതിവിടെ നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് ഈസ് ഹൗ വില്ലി ബിക്കംസ് ദ ഹീറോ ആൻഡ് ദ വില്ലൻ ഓഫ് ഹിസ് ചിൽഡ്രൻ. ബിഫിൻ്റെ ലൈഫും ഹാപ്പിയുടെ ലൈഫിലൊക്കെ വരുന്ന ഈ ഒരു എന്താ പറയുക സംഭവങ്ങൾ. ഓക്കെ, മീൻസ് അവരെങ്ങനെയാണ് അതിനെ രൂപപ്പെടുത്തി, ഇങ്ങനെ ആയി പോയി, മീൻസ് അവർ അപ്പോൾ ബെർണാഡിനെയൊക്കെ പോലെ സക്സസ് ആവാതെ പോയതും അവരുടെ ലൈഫിൽ അവരിങ്ങനെ ഡിസ്കണ്ടൻറ്റഡ് ആയതും അതുപോലെ ഹാപ്പി എന്താ പറയുക ഇങ്ങനെ പിന്നെ വുമണൈസറായി പോയതും അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ഒട്ടും ഹാപ്പി അല്ല. ദാറ്റ് ഈസ് വില്ലി ഈസ് നോട്ട് ഹാപ്പി വിത്ത് ദ പെർഫോമൻസ് ദ ലൈഫ് ഓഫ് ഹിസ് ചിൽഡ്രൻ. അതിൽ കുറേ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ദാറ്റ് ഈസ് ഈവൻ ദോ വില്ലി ഡിസപ്രൂവ്സ് ബിഫ് ഓഫ് ടേക്കിംഗ് ഓർ സ്റ്റോളിങ് that particular ball, he defends and then praises his initiative. Okay, അപ്പോൾ അത് ബിഫിൻ്റെ പേഴ്സണാലിറ്റി ബാധിച്ചു. Biff is nervous about the upcoming football game but promises to make a touchdown for Willie even though he has been instructed to pass the ball. Okay, അപ്പോൾ എങ്ങനെയാണ് ഈ ഫാദറും മക്കളും തമ്മിലുള്ള ഡിസ്കഷൻ. അപ്പോൾ ഫുട്ബോൾ മാച്ചിനെ കുറിച്ച് ടെൻഷൻ നടക്കുന്നുണ്ട്. മീൻസ് Biff is nervous. Okay, but these boys during those times was very eager. Biff was very eager to please Willie. അപ്പോൾ കോച്ച് പറഞ്ഞതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പ്രകടനം തന്നെ കാഴ്ചവെക്കാം എന്നുള്ള രീതിയിലാണ് ബിഫ് നിൽക്കുന്നത്. ബട്ട് ടു impress his father. Okay, Willie is pleased and excited at the thought of telling everyone in Boston about the game. Okay, Willie tells the boys about his recent trip to Providence, Waterbury, Boston, Portland and Bengal. He shares a secret plan of owning a business so he will no longer have to travel. Willie also promises to take the boys with him on business trips during the summer. He imagines a grand entrance with Biff and Happy carrying his sample cases into the stores. അപ്പോൾ എന്താണ് ശരിക്കും ആ ഒരു പാസ്റ്റ് നല്ല മെമ്മറികളിലേക്ക് തിരിച്ച് മനസ്സിന് ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ആര് ചെയ്യുന്നത്? വില്ലി ചെയ്യുന്നത്. ഇപ്പോൾ വില്ലിയുടെ ലൈഫും അയാളുടെ പാസ്റ്റിൽ അയാളും അയാളുടെ മക്കളും തമ്മിലുള്ള ഒരു വാംത്തും ഇപ്പോൾ ഇല്ല. അത് ആക്ച്വലി ഹി ഡസൻ ഹാവ് എനി കൈൻഡ് ഓഫ് ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ഹിസ് ചിൽഡ്രൻ. അപ്പോൾ അതിൽ ഇയാൾ ഭയങ്കര ഡിസ്കണ്ടൻറ്റഡ് ആണ്. ഹി ഈസ് വെരി ഡിസാറ്റിസ്ഫൈഡ് ആൻഡ് സാഡ് അബൌട്ട് ദ വേ ഹൗ ഹിസ് ചിൽഡ്രൻ ആൻഡ് he and his children live in that family, in that house. അപ്പോൾ അയാൾ ജസ്റ്റ് അയാളെ മനസ്സ് പാസ്റ്റിലേക്ക് കൊണ്ടുപോയി നല്ല ബന്ധം ഉണ്ടായിരുന്ന സമയത്തുള്ള കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കുകയും ഫാൻറ്റസി മിക്സാക്കി ചിന്തിക്കുകയും അവർ ഡിസ്കസ് ചെയ്തിരുന്ന കാര്യങ്ങൾ നല്ല ടൈമിനെ കുറിച്ച് ചിന്തിക്കുകയാണ് സീൻ 3 ചെയ്യുന്നത്. ഓക്കെ, നൗ scene 4 that is set in the past itself, that is continues with Willie's reverie in the kitchen. അപ്പോൾ പാസ്റ്റിൽ തന്നെയാണ് വില്ലിയുടെ ആ ഒരു റിവറി മീൻസ് ആ മെമ്മറി ആ റെമിനിസൻസ് അതിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബെർണാഡ് എൻറ്റേഴ്സ്. അപ്പോൾ അതിലേക്ക് പിന്നെ സംഭവിക്കുന്നത് എന്താണ്? ബെർണാഡ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ മക്കളിട്ടത് നല്ലൊരു മൊമെൻ്റാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ബെർണാഡ് ചാർലിയുടെ മോന്. ചാർലി പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ ദാറ്റ് ഈസ് വില്ലിയുടെ നല്ല ഫ്രണ്ടായിട്ടുള്ള ചാർലിയുടെ മോനാണ്. ബെർണാഡ് എൻറ്റേഴ്സ് ആൻഡ് ആസ്ക്സ് ബിഫ് വൈ ഹി ഹാസ് നോട്ട് കം ഓവർ ടു സ്റ്റഡി വിത്ത് ഹിം ആസ് പ്ലാൻഡ്. ഓക്കെ, Bernard informs Willie that Biff will fail maths and not graduate unless he begins to prepare for his exams. Willie and the boys ridicule Bernard. After Bernard leaves, Willie criticizes him and guarantees that Biff and Happy will be more successful than Bernard because they both have attractive physical features. Biff then tells Willie that Bernard is liked but he is not well liked. Okay, so the character formation of the children അതിനെ കാണിക്കാൻ കൂടിയാണ്. മാത്രമല്ല എങ്ങനെയാണ് ഇവരുടെ ഒരു പ്രശ്നം, ഇവരുടെ ഈ ഒരു റാപ്പ് ഇങ്ങനെ ആയിപ്പോയത് എന്നുള്ളത് കാണിക്കുന്നതാണ്. ബെർണാഡ് വരുന്നു. ബെർണാഡ് പാസ്റ്റിൽ തന്നെ നടക്കുന്ന കാര്യമാണ്. അതിൽ എങ്ങനെയാണ്
പറയുന്നു ഇങ്ങനെ ഇവൻ പഠിച്ചിട്ടില്ലെങ്കിൽ ബിഫ് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗ്രാജുവേറ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ അവരത് കാര്യമാക്കി എടുക്കുന്നില്ല. ദാറ്റ് ഈസ് he was criticized by Willie and his children. Okay, now അപ്പം അതൊരു വെല്ലുവിളി പോലെ, നിങ്ങളായിരിക്കും കുറച്ചുകൂടി നല്ലൊരു നിലയിലെത്തുക, അവനൊന്നും ആവില്ല എന്നുള്ള പോലെയാണ് അന്ന് പാസ്റ്റിൽ വില്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നൗ നെക്സ്റ്റ് സീൻ ദാറ്റ് ഈസ് കണ്ടിന്യൂസ് ഇൻ ദ പാസ്റ്റ് വേർ സീൻ 4 എൻറ്റഡ്. അപ്പം സീൻ 4 എൻറ്റ് ചെയ്ത ആ ഭാഗത്ത് തന്നെയാണ് വീണ്ടും മുന്നോട്ട് പോകുന്നത്. ലിൻഡ എൻറ്റേഴ്സ് ദ കിച്ചൺ ക്യാരിങ് എ ബാസ്ക്കറ്റ് ഓഫ് ലോണ്ട്രി. ബിഫ് ഓർഡേഴ്സ് ഹാപ്പി ആൻഡ് ഹിസ് ഫ്രണ്ട്സ് who are waiting down in the cellar to help with the chores. Okay, some hang laundry, others sweep out the furnace room. Linda and Willie are left alone and begin discussing his earnings from the trip to New England. Okay, Willie exaggerates his sales, telling Linda that he sold $1,200, but when she calculates his commission, Willie is forced to admit that he only sold $200. Linda recites an itemized list of bills that exceeds his $70 commission by approximately $50. Willie becomes agitated and refuses to pay for the carburetor for the Chevy because he considers the car worthless, even though he praises the car at the beginning of the scene. എങ്ങനെയാണ്? അതായത് ഈ ഒരു മാനിപ്പുലേഷൻ, വില്ലിയുടെ മാനിപ്പുലേഷൻ, വില്ലി ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യും, അയാളുടെ വരുമാനം മാനിപ്പുലേറ്റ് ചെയ്യും, സൗകര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യും. അതുപോലെ പക്ഷേ ലിൻഡ എപ്പോഴും ആ ഒരു റൂട്ടിലേക്ക് തന്നെ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. ലിൻഡ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞാൽ അല്ലല്ല എത്രയൊന്നും നിങ്ങൾക്ക് വരുമാനം കിട്ടാനുള്ള സാധ്യതയില്ല, $200 കിട്ടുകയുള്ളൂ. അതുപോലെ കൃത്യമായിട്ട് അവർ ബില്ല് ചെയ്യുമ്പോൾ ഏകദേശം കുറച്ചുകൂടി ക്യാഷ് അധികം, അയാളുടെ വരുമാനത്തിനേക്കാൾ കൂടുതൽ ക്യാഷ് അയാൾക്ക് സ്പെൻഡ് ചെയ്യേണ്ട, മീൻസ് ആ ഒരു മിസ്മാച്ച് അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഷെവി 1920 കാർ ഇവരുടെ ഒരു മേജർ ഇമേജാണ്. ഓക്കെ, ഷെവി ദേ ലവ് ദാറ്റ് കാർ, ബട്ട് അറ്റ് ദ സെയിം ടൈം ദ പ്രോബ്ലം ഈസ് ദാറ്റ് ഈ കാറിൽ അതിൽ കാർബറേറ്ററിന് അത് മീൻസ് അതിൽ മിക്സിങ് മെഷീനാണ് അതിൻ്റെ അകത്ത് ഉണ്ടാവുന്നതാണ്. ഇങ്ങനെ അതിന് എന്തെങ്കിലും മാറ്റം വരുത്താൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് അതിൻ്റെ ഒരു മെഷീൻ ആണ് ഈ ഒരു കാർബറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒക്കെ മാറ്റുന്നത് എന്തിനാണെന്നൊക്കെ പറഞ്ഞ് അവർ നല്ലൊരു രീതിയിലാണ് ഡിസ്കഷൻ പോകുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ പിന്നെ കൃത്യമായിട്ട് ലിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അത് അഡ്മിറ്റ് ചെയ്യാൻ, റിയാലിറ്റി അഡ്മിറ്റ് ചെയ്യാൻ ആര് തയ്യാറാവുന്നില്ല. വില്ലി ഈസ് നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ദ റിയാലിറ്റീസ്. ഹി ഓൾവേസ് എക്സാജറേറ്റ്സ്, മാനിപ്പുലേറ്റ്സ്. ദാറ്റ്സ് എ പ്രോബ്ലം. ഓക്കെ, അഥവാ ആരെങ്കിലും റിയാലിറ്റി പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ വില്ലി തയ്യാറുമല്ല. That is, Willie declares that he will be successful in Hartford because he is well liked. അതാണ് പ്രശ്നം. എല്ലാവരും ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന, എല്ലാവരെയും പ്ലീസ് ചെയ്യുന്ന, പീപ്പിൾ പ്ലീസറായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് വില്ലിയുടെ താല്പര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ റിയാലിറ്റിയിൽ നിന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ബട്ട് ഹി immediately follows that statement by saying that people do not respond well to him. അപ്പോൾ അറ്റ് എ ടൈമിൽ അയാൾ പറയും നല്ല ബിസിനസ് നടക്കും, നല്ല ആളുകളായിട്ട് നല്ല ബന്ധമാണുള്ളത് പറയും. പിന്നെ പറയും എല്ലാ ആളുകൾ എന്നോടൊന്നും ഞാൻ ബിസിനസ്സിട്ട് ചെല്ലുമ്പോൾ ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇങ്ങനത്തെ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഓക്കെ, വില്ലി സേസ് ദറ്റ് ഹി ടോക്സ് ആൻഡ് ജോക്സ് ടു മച്ച് ആൻഡ് ദറ്റ് നോ വൺ ടേക്സ് ഹിം സീരിയസ്ലി ബിക്കോസ് ഓഫ് ഹിസ് അപ്പിയറൻസ്. Linda assures him that she finds him attractive, that his children love and respect him. അപ്പോൾ ഈ ഒരു അഷുറൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആർക്ക്? വില്ലിക്ക്. മറ്റുള്ളവരിങ്ങനെ വൈഫാണെങ്കിലും മക്കളാണെങ്കിലും മറ്റുള്ള ആളുകൾ, നാലുപേരുള്ള ആളുകൾ എപ്പോഴും ഇങ്ങനെ പ്രേസ് ചെയ്തുകൊണ്ടിരിക്കണം, അഷുറൻസ് കൊടുത്തുകൊണ്ടിരിക്കണം, നിങ്ങൾ തന്നെയാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. എന്നാൽ കുഴപ്പമില്ല. അപ്പോൾ ഈ ഇൻസെക്യൂരിറ്റിന് അതിന് കാരണമുണ്ട്. ദാറ്റ് വി വിൽ സേ. Linda's comments encourage Willie and he declares his affection for her. In the background, a woman's laughter can be heard and a faint outline of a woman dressing become visible. അപ്പോൾ എന്താണ്, അപ്പോൾ ഇങ്ങനെ അത്രയും ലിൻഡ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഹി ഡിക്ലെയർസ് ഹിസ് അഫെക്ഷൻ ഫോർ ഹെർ. കാരണം എപ്പോഴും അയാളുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ആരാണ്? ലിൻഡയാണ്, അല്ലേ? ലിൻഡയാണ് എപ്പോഴും അയാളുടെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ അതിനോട് കോൺട്രാസ്റ്റ് ചെയ്തുകൊണ്ട് ബാക്കിൽ ഒരു സ്ത്രീയുടെ പൊട്ടിച്ചിരി കേൾക്കാണ്. ഓക്കെ, വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നൗ ദാറ്റ് ഈസ് the end of scene 5. Now scene 6, that is begins with Willie talking to Linda. അപ്പോൾ ആ കോൺവെർസേഷൻ നടക്കുന്നുണ്ട്, ബാക്കിൽ ആ ചിരി കേൾക്കുന്നുണ്ട്. He continues his conversation with her from scene 5, describing his loneliness and desperation. As at times Willie is overwhelmed with fear that he will not be able to sell anything again. Although Willie is revealing his insecurities to Linda,
The woman who was faintly visible in scene 5 appears and responds to Willie. അപ്പോൾ ലിൻഡയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയിൽ പാസ്റ്റിൽ തന്നെ നമുക്ക് അയാളുടെ ഫാൻറ്റസിയും പ്രസൻറ്റിൽ നിന്ന് അയാൾ പാസ്റ്റിലേക്കും പാസ്റ്റിൽ നിന്ന് അയാളുടെ എന്താ പറയുക ഫാൻറ്റസിയിലേക്കും ഒക്കെ മിക്സ്ഡപ്പ് ആയിട്ടാണ് ഈ പ്ലേ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, നൗ the woman who was faintly visible in scene 5 appears and responds to Willie. The woman informs Willie that she chose him to be her lover because of his sense of humor. They make plans to meet again next time Willie is in Boston, and then she thanks him for the stockings he brought her. ഈ സ്റ്റോക്കിങ്സ് ഉണ്ടാക്കുന്നത് ലിൻഡയാണ്. എന്നിട്ട് അത് അവൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, അത് അവൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റോക്കിങ്സ് എന്ന് പറഞ്ഞാൽ അയാളുടെ റിലേഷൻഷിപ്പാണ്. ആക്ച്വലി ദ റിലേഷൻഷിപ്പ് സിംബലൈസസ് ദ റിലേഷൻഷിപ്പ് വിത്ത് ഹിസ് വൈഫ് ലിൻഡ. ഓക്കെ, നൗ ദറ്റ് ഈസ് സീൻ 7. അവിടെ resumes a conversation between Willie and Linda. Linda is unaware of the dialogue exchange from scene 6. ഓക്കെ, കാരണം ലിൻഡയ്ക്ക് അറിയില്ല ഇങ്ങനെ ഒരു ബന്ധം ഇയാൾക്കുള്ളതോ അതല്ലെങ്കിൽ ഇയാളെ മനസ്സിൽ ഇങ്ങനെ മെമ്മറീസ് കടന്നു വരുന്നതോ ഒന്നും ലിൻഡയ്ക്ക് അറിയില്ല. ലിൻഡ ഈസ് വെരി സ്ട്രേറ്റ് ഫോർവേഡ് വുമൺ. ഷീ ഈസ് ടോക്കിംഗ് ടു ഹിം. ഓക്കെ, വിച്ച് എഫക്റ്റീവ്ലി ഇൻറ്ററപ്റ്റഡ് ഹിസ് ഡിസ്കഷൻ വിത്ത് വില്ലി. മീൻസ് എങ്ങനെയാണ്, അതിൻ്റെ ഇടയിൽ അവർ തമ്മിൽ കോൺവെർസേഷൻ നടക്കുന്നുണ്ടെങ്കിലും ലിൻഡ് സംസാരിക്കുന്നത് ആരോടാണ്? ലിൻഡ് സംസാരിക്കുന്നത് വില്ലിയോട്. പക്ഷെ വില്ലി ഇടയിൽ ആ ഒരു സ്ത്രീയോട് സംസാരിക്കുന്ന സീനാണ് സീൻ 6ൽ. ആ ഒരു കോൺവെർസേഷൻ എന്ത് സംഭവിക്കുകയാണ്? ദാറ്റ് ഇൻറ്ററപ്റ്റ്സ് ഹർ ഡിസ്കഷൻ വിത്ത് വില്ലി. ഷി റിപ്പീറ്റ്സ് ഹർ കമൻറ്റ് ഫ്രം സീൻ 5 ദാറ്റ് വില്ലി ഈസ് എൻ അട്രാക്റ്റീവ് മാൻ. വില്ലി ഹവർ ഈസ് അവെയർ ഓഫ് ദ വുമൺ ഫ്രം സീൻ 6 and he responds to Linda's comment with a vague apology and promises to make it all up to you. Okay, Linda is ignorant of what Willie is talking about. Willie observes Linda darning her stockings and he orders her to throw them away. Okay, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? മീൻസ് ആ ഒരു സെൻസ് ഓഫ് ഗിൽട്ടാണ്. ലിൻഡ ഇത്രയും നല്ലൊരു സ്ത്രീ ആയിട്ട് പോലും, ഇത്രയും അഫെക്ഷനേറ്റ് ആയിട്ടുള്ള, ഇത്രയും അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള സ്ത്രീ ആയിട്ട് പോലും ഇങ്ങനെ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഇയാൾ കൊണ്ട് നടന്നു. അപ്പോൾ ഇതിൻ്റെ ആ സെൻസ് ഓഫ് ഗിൽറ്റിയാണ് അവിടെ ആ ബാക്ക്ഗ്രൗണ്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ലിൻഡയും ഇയാളും തമ്മിലുള്ള ആ ബന്ധത്തിൽ വന്ന വിള്ളൽ അത് ആർക്കറിയാം? ഇയാൾക്കറിയാം, വില്ലിക്കറിയാം. അപ്പോൾ വില്ലിക്ക് കാണാൻ പറ്റുന്നുണ്ട് അവിടെ ആ ഇൻ ബിറ്റ്വീൻ ഈ ഒരു വുമൻ എന്ന് പറയുന്ന ക്യാരക്ടർ വരുന്നതും സംസാരിക്കുന്നതും അവർ തമ്മിലുള്ള ആ ഒരു സ്മൂത്ത് വാംത്ത് ആയിട്ടുള്ള ലിൻഡയും വില്ലിയും തമ്മിലുള്ള ആ ഒരു സംഭവം ഇൻ്ററാക്ട് ചെയ്യുന്നത്. മീൻസ് ബേസിക്കലി ദാറ്റ് ഇൻ്ററപ്റ്റഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഓക്കെ, നൗ Bernard enters frantically looking for Bill. Willie demands that Bernard give the test answers to Biff. Bernard reveals that he has already been helping Biff cheat, but he cannot help him on the Regents exam. Regents exam എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പബ്ലിക് എക്സാം ഒക്കെ ഉണ്ടാവില്ലേ, അതേപോലുള്ള എക്സാമാണ്. അതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ്. നോ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ്, അപ്പോൾ ഇപ്പോൾ ഈ കോൺവെർസേഷൻ നടക്കുന്ന അതിൻ്റെ ഇടയിൽ ആര് കയറി വരുന്നതാണ്? ബെർണാഡ് കയറി വരികയാണ്. ഓക്കെ, അപ്പോൾ ബെർണാഡ് വന്നിട്ട് പിന്നെ പറയുന്നത് എവിടെയാണ് ബിഫ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു മൾട്ടി ലെയേർഡ് ആയിട്ടാണ് ഒരു സ്റ്റോറി പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചില മൂവീസൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അറ്റ് ഈ ടൈം തന്നെ പല പല കാര്യങ്ങൾ നടക്കും. ഒരേ സീനിൽ തന്നെ പല പല ആളുകൾ വന്ന് പോവും. ചില ക്യാരക്ടേഴ്സിന് മാത്രം ചില ക്യാരക്ടേഴ്സിനെ കാണാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ഇപ്പോൾ അടുത്തിറങ്ങിയൊരു മൂവിയിൽ ലവ് എന്ന് പറയുന്ന മൂവിയിലാണ് തോന്നുന്നു. അങ്ങനെ മീൻസ് നമുക്ക് കാണാം അറ്റ് എ ടൈം പല പല ക്യാരക്ടേഴ്സ് ഉണ്ടാവും അവിടെ. പക്ഷേ അതിൽ എന്താണ്, മെമ്മറിയിൽ തന്നെ ചിലപ്പം വേറെ ക്യാരക്ടേഴ്സ് വരും. അതിൽ ചില ക്യാരക്ടേഴ്സിനെ മാത്രമേ അവരെ കാണാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ബെർണാഡ് enters and then Willie becomes angry at Biff and threatens to beat him. Linda reminds Willie that Biff stole the football and she also informs him that he is not treating the girls properly. അപ്പോൾ ഇയാളുടെ എന്താണ് കൺട്രോളിൽ നിന്ന് മക്കൾ കയ്യിൽ നിന്ന് പോകുന്ന ഒരു ഭാഗത്തേക്കാണ് നമ്മൾ വരുന്നത്. ദാറ്റ് ഈസ് ബെർണാഡ് സേസ് ബിഫ് ഈസ് ഡ്രൈവിംഗ് വിത്തൗട്ട് എ ലൈസൻസ്. അപ്പോൾ ബിഫ് എന്ന് പറയുന്നതാണ് ആക്ച്വലി വില്ലിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. മക്കൾ വളർന്ന് വലുതായി അവർ നല്ല നിലയിലെത്തുക എന്നുള്ളത് ഒരു എന്താണ് ഏതൊരു ഫാദറിൻ്റെയും അല്ലെങ്കിൽ ഒരു പേരൻ്റെയും ഏറ്റവും വലിയ ഡ്രീം ആയിരിക്കും. ദേ സീ ദംസെൽഫ് ദ എംപോർട്ട്മെൻറ്റ് സക്സസ് എംബോഡീഡ് ഇൻ ദെയർ ചിൽഡ്രൻ. ഓക്കെ, അത് ഈ മക്കൾ വളർന്ന് പന്തലിച്ച് പോകുന്തോറും അവരെന്താണ് അവർ കയ്യിൽ നിന്ന് ഇങ്ങനെ പോകുന്ന അവസ്ഥ വരുമ്പോൾ ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ, ആ ഒരു ഇൻസിഡൻ്റാണ്
ബിഫ് എങ്ങനെയാണ് വില്ലിയുടെ ഗുഡ് ബുക്കിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് അകന്നു പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ദറ്റ് ഈസ് വില്ലി ബിക്കംസ് ആംഗ്രി അറ്റ് ബിഫ് ആൻഡ് ത്രട്ടൻസ് ടു ബീറ്റ് ഹിം. Linda reminds Willie that Biff stole the football and she also informs him that he is not treating the girls properly. ഒരുപാട് കാര്യങ്ങൾ ബിഫിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ബെർണാഡ് സേസ് ബിഫ് ഈസ് ഡ്രൈവിംഗ് വിത്തൗട്ട് എ ലൈസൻസ്. വില്ലി ഈസ് ഗ്രോയിങ് മോർ ഡിസ്റ്റർബ്ഡ് വിത്ത് ഈച്ച് കമൻറ്റ്. ഓക്കെ, ബിഫിനെ കുറിച്ചുള്ള കമൻറ്റ്സ് കേൾക്കുന്തോറും ഇയാളുടെ ആ ഒരു സങ്കല്പമാണ് ബിഫ് എന്ന് പറയുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള മകൻ എന്ന സങ്കല്പം വീണുടഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ ഇയാൾക്ക് അത്രയും ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയി പോവുകയാണ്. ദ വുമൺ ഫ്രം സീൻ 6 ലോവ്സ് ആൻഡ് വില്ലി സ്ക്രീംസ് ഷട്ട് അപ്പ്. Okay, Bernard continues to criticize Biff until Willie orders him to leave. Linda defends Bernard, but Willie counters her, maintaining that Biff is fine. Linda leaves, and then Willie reverts back to his initial condemnation of Biff at the beginning of the scene. അപ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ മെമ്മറീസിൽ നിന്നൊക്കെ പോയി തിരിഞ്ഞ് പല പാസ്റ്റ് മെമ്മറീസിലേക്ക്, പ്രസൻറ്റിൽ നിന്ന് പാസ്റ്റ് ആയിട്ടുള്ള മെമ്മറീസിലേക്ക് പോയി അതിൽ ഈ ഫാൻറ്റസി ആയിട്ടുള്ള ഈ ഒരു വുമൻ എപ്പിസോഡ് വന്ന് പിന്നെ തിരിച്ച് എന്താണ് അതിലേക്ക് ബെർണാഡ് വരികയും മൊത്തത്തിൽ സെറ്റ് ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാദർ ചിൽഡ്രൻ റിലേഷൻഷിപ്പ് എങ്ങനെ തകർന്ന് തരിപ്പണമായി പല പല ക്യാരക്ടേഴ്സിലൂടെയും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത് സൈക്കോളജിക്കലി വില്ലിയെ ബാധിക്കുന്നത്, സൈക്കോളജിക്കലി വില്ലിൻ്റെ മനസ്സിനെ എങ്ങനെയാണ് ഇത് മുറിപ്പെടുത്തിയത് എന്ന് നമുക്ക് കാണാൻ പറ്റുന്ന സീനുകളാണ് ഇതെല്ലാം. സോ ദാറ്റ് ഈസ് ദ റീസൺ വൈ ദിസ് പ്ലേ ഈസ് വെരി കോംപ്ലിക്കേറ്റഡ്, വെരി കോംപ്ലെക്സ്. കാരണം ഇതൊരു വൺ വേ ട്രാഫിക് ആയിട്ടുള്ള രീതിയിൽ പോകുന്ന ഒരു പ്ലേ അല്ല, മൾട്ടി ലെയേർഡായിട്ട് മൾട്ടി ഡയമെൻഷനലായിട്ട് കുറേ ബിഫിൻ്റെ തോട്ട്സിലും കുറേ ബിഫിൻ്റെ ഫാൻറ്റസികളും കുറേ പ്രസൻറ്റും ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, കുറേ ക്യാരക്ടേഴ്സും അതിങ്ങനെ നമ്മൾക്ക് പറഞ്ഞു തരികയാണ് എങ്ങനെയാണ് ഈ ഒരു കുടുംബം ഇങ്ങനെ ആയിപ്പോയത് എന്നുള്ളത്. ഓക്കെ, നൗ വി ക്യാൻ സീ ദ സീൻ 8. ഇപ്പോൾ എന്താണ് ഷിഫ്റ്റ്സ് ബാക്ക് കംപ്ലീറ്റ്ലി ടു ദ പ്രസൻറ്റ്. കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം ഇതുവരെ ഇങ്ങനെ എന്താണ് പ്രസൻറ്റിൽ നിന്ന് പാസ്റ്റിലേക്ക് പോയി പാസ്റ്റിൽ കുറേ കോൺവെർസേഷൻസും കാര്യങ്ങളും എങ്ങനെയാണ് ബിഫ് വില്ലി മാനിപ്പുലേറ്റ് ചെയ്യുന്നതും എന്നും ബിഫിൻ്റെ ക്യാരക്ടറിൽ വരുന്ന ഒരു പ്രശ്നങ്ങളും ബെർണാഡ് എങ്ങനെയാണ് അത് ഇൻഫോം ചെയ്യുന്നതെന്നും അതിനിടെ എങ്ങനെയാണ് വില്ലി റിയാക്ട് ചെയ്യുന്നതെന്നുള്ളതും അതുപോലെ ലിൻഡയുടെ റിലേഷൻഷിപ്പും ഹസ്ബൻഡ് എങ്ങനെയാണ് റിലേഷൻഷിപ്പ് ലിൻഡായിട്ടുള്ള അതിൽ വരുന്ന പളിച്ചകളും ഒക്കെ നമുക്ക് കാണിച്ചു തരുന്നതാണ് ഇതുവരെയുള്ള സെറ്റിങ്സ്. ഓക്കെ, നൗ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പ്രസൻറ്റിലേക്ക് വരികയാണ് ചെയ്യുന്നത്. നൗ ഹാപ്പി കംസ് ഡൗൺ സ്റ്റേഴ്സ് ആൻഡ് അറ്റംപ്റ്റ് ടു വാക്ക് വില്ലി ടു ബെഡ്. ഓക്കെ, വില്ലി ടെൽസ് ഹാപ്പി ദാറ്റ് ഹി കെയിം ഹോം ബിക്കോസ് he was having difficulty driving, plus he almost hit someone with the car in Yonkers. Willie recalls his uncle Ben, who became wealthy mining diamonds. Willie regrets not acting on the opportunity to go to Alaska when Ben offered it to him. Okay, എന്താണ് അപ്പോൾ ആ ഒരു ഖേദം അയാൾക്ക് മനസ്സിൽ ഇങ്ങനെയൊക്കെ ആകെ എല്ലാം കൊണ്ടും കയ്യിൽ നിന്ന് പോയ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അയാൾ മകനോട് പറയാണ് ഇങ്ങനെ പറ്റിയില്ലല്ലോ, എനിക്ക് ആ ഒരു ജോബ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള അയാളുടെ ഒരു റിഗ്രറ്റ് അയാൾ പറയാണ് ചെയ്യുന്നത്. Charlie comes over and plays cards with Willie. They talk about vitamins, car trouble and trip to California. Charlie offers Willie a job, but Willie angrily refuses. റിയാലിറ്റി എപ്പോൾ പറഞ്ഞാലും വില്ലിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല, അതാണ് പ്രശ്നം. He can't take in the reality, he can't stand with the reality. He always try to escape from the reality to his fantasy world. അത് നമുക്ക് ആ ഖയോസ് ആണ് കാണിച്ചു തരുന്നത്. He reveals his distress over Biff returning to Texas, along with his inability to assist Biff financially. Charlie assures him that Biff will be fine. Willie ridicules Charlie's inadequacy with tools. Okay, Uncle Ben enters. അപ്പോൾ എങ്ങനെയാണ് ഈ അങ്കിൾ ബെൻ എന്നുള്ള ക്യാരക്ടർ വരുന്നുണ്ട്, അത് ആരുടെ മാത്രം കാഴ്ചപ്പാടിൽ വരുന്നതാണ്? He is alive or he is in action in the memory of വില്ലിയുടെ തലച്ചോറിൽ മാത്രം നടക്കുന്നതാണ്, വില്ലിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, he is only visible and audible to Willie. He is not real. He is just another projection of Willie's memory. Willie begins to converse with Ben. At the same time he is talking to Charlie. ഇപ്പോൾ നമ്മൾ ആ ഒരു സീനിൽ കണ്ടില്ലേ, മെമ്മറിയിൽ തന്നെ ലിൻഡയും അതുപോലെ വില്ലിയും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ആ വുമൻ വരികയും ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ ഇൻറ്ററപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന പോലെ ഇത് പ്രസൻറ്റിൽ നടക്കുന്നത് എങ്ങനെയാണ്? അങ്കിൾ ബെൻ എൻട്രി ചെയ്യാണ്, ചാർലിയും
അതുപോലെ വില്ലിയും കാർഡ് കളിക്കുന്നതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കോൺവെർസേഷൻ സംഭവിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ 2 പേര് സംസാരിക്കുകയാണ്, നിങ്ങൾ ഹസ്ബൻഡും വൈഫും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരാൾക്ക് മാത്രം കാണാൻ പറ്റുന്നൊരു ക്യാരക്ടർ അവിടെ ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ആ ക്യാരക്ടർ കൂടി നിങ്ങളോട് സംസാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ നിങ്ങളോട് സംസാരിക്കുന്ന ആൾക്ക് കാണാൻ പറ്റില്ല ഇയാൾ ആരോടോ സംസാരിക്കുന്നത്. അപ്പോൾ ഒട്ടും ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ. ആസ് എ റിസൾട്ട് ചാർലി ബിക്കംസ് കൺഫ്യൂസ്ഡ് വെൻ വില്ലി answers questions that Ben is asking. Willie is unable to separate his discussion with Ben from his discussion with Charlie, so he becomes flustered and loses his composure. He accuses Charlie of cheating. Charlie becomes angry and leaves. എന്താണ് സംഭവിക്കുന്നത് അവിടെ? That is the psychological complexity, the chaos, his memory, his fantasies, his memories are meddling or is mixed up with the present. അപ്പോൾ രണ്ടും കൂടി ആയത് കാരണം ഇത് റിയാലിറ്റിയിൽ നിൽക്കുന്ന ആളുകൾക്ക് വില്ലിയുടെ പെരുമാറ്റം വളരെ അബ്സേർഡായിട്ടും വളരെ മീനിങ്ലെസ് ആയിട്ടും ഒക്കെയാണ് തോന്നുന്നത്. പക്ഷേ ഇതിനൊന്നും റിയാലിറ്റിയെ തീരെ കൺട്രോൾ ചെയ്യാനോ മനസ്സിലാക്കാനോ അവർക്ക് കഴിയുന്നില്ല. വില്ലിക്കെല്ലാം ഒരുപോലെയാണ് തോന്നുന്നത്. ഓക്കെ. And then what happens is that Charlie is confused and they had some argument, and then Charlie becomes angry and leaves. Now scene 9, it shifts back to the past. Willie finally meets his brother Ben. ഓക്കെ. അപ്പോൾ ഇതെന്താണ്, ഇപ്പം നമ്മൾ കണ്ട ഈ എന്താണ് സീൻ 8 കണ്ടത് ശരിക്കും അതിൽ നമുക്ക് കാണുന്നത് പ്രസൻറ്റിലേക്ക് വന്ന് ആ പ്രസൻറ്റിൽ ഇങ്ങനെ ഇടയിൽ മെമ്മറിയിലാണ് ആര് വരുന്നത്, അങ്കിൾ ബെൻ വരുന്നത്. ഇതിൽ നോക്കൂ, നൗ ഇറ്റ് ഷിഫ്റ്റ്സ് ബാക്ക് ടു ദ പാസ്റ്റിലേക്ക് പോയി. ഓക്കെ. വില്ലി ഫൈനലി മീറ്റ്സ് ഹിസ് ബ്രദർ Ben is on his way to catch a train, but he and Willie talks briefly about Ben's successful venture into African diamond mining. Willie begs Ben to tell the boys about his father. Willie only remembers vague images of a campfire, a large bearded man, and flute music. Ben describes the large profit their father made selling homemade flutes while traveling across the United States. അപ്പോൾ ഇത് മുന്നുണ്ടായ ഒരു സംഭവം. അതിലെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റിലല്ലേ നടക്കുന്നത്. അപ്പോൾ വില്ലി കാണുന്നതും ബ്രദർ ബെന്നിനെ കാണുന്നതും, അപ്പോൾ അവർ ഈ ഒരു ബെന്നിൻ്റെ ഈ ഒരു പ്രശ്നം, അതായത് ബെന്നിൻ്റെ അല്ല വില്ലിയുടെ ഈ ഒരു പ്രശ്നം ബേസിക് ആയിട്ടുള്ള ഇയാളുടെ ഒരു ഇൻസെക്യൂരിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കാരണം he doesn't know his father. That is, he has a very vague memory of his father. Absence of father made this man quite insecure. ഓക്കെ. അപ്പോൾ ഈ പാരൻ്റ് എന്നുള്ള രീതിയിൽ ഫാദറിൻ്റെ ഒരു അറ്റൻഷനോ ഒന്നും അറിയില്ല. ഫാദർ എന്താണ്, എങ്ങനെയാണ്, ഇയാൾക്കൊരു റൂട്ടൊന്നുമില്ല. അപ്പോൾ ഇയാൾ സൈക്കോളജിക്കലി ഓൾറെഡി ബ്രോക്കൺ ആണ്. See, even in during his early childhood, right from that moment onwards, he feels insecurity. അതിനെ കവറപ്പ് ചെയ്യാനാണ് ഇയാൾ ഇത്രയും മാനിപ്പുലേറ്റ് ചെയ്ത് ഇത്രയും ലൈസ് പറഞ്ഞുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരുന്നത്. ഓക്കെ. ദെൻ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് അപ്പോൾ ബെന്നി കുറച്ച് മുതിർന്ന ആളാണല്ലോ, മീൻസ് എൽഡർ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വില്ലി പറയുന്നത് ഹി വാണ്ട്സ് ടു നോ അബൌട്ട് ഹിസ് ഫാദർ. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ദാറ്റ് ഈസ് Ben describes that their father made a very huge profit or fortune by സെല്ലിങ് ഹോം മെയ്ഡ് ഫ്ലൂട്ട്സ്. അപ്പോൾ ഈ ഫ്ലൂട്ട് എന്നുള്ളത് ഇതിൽ നിരന്തരം വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ടൊക്കെ ഫ്ലൂട്ട് മ്യൂസിക് ധാരാളമായിട്ട് വരുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഇടയിലൊക്കെ അതിങ്ങനെ വരുന്നുണ്ട്. അപ്പം ഇയാളുടെ ഒരു ആ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അയാളുടെ ഒരു മാനസികാവസ്ഥയെ കാണിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് വില്ലിയുടെ. ഓക്കെ. Now Biff and Ben begin boxing. Ben defeats Biff and wants him to use any resources available when fighting a stranger, even if that means being unfair. Okay. അപ്പോൾ എങ്ങനെയാണ് ഏട്ടനും അനിയനും കൂടി മക്കളെ കേടുവരുത്തുന്നത്? ദാറ്റ് ഈസ് Ben defeats Biff and wants him to use any resources available when fighting a stranger, even if that means being unfair. Okay. Linda is uncomfortable as a result of Ben's advice. As Ben prepares to leave, Willie boasts that Brooklyn has all of the qualities of the great outdoors, including animals, large trees, numerous opportunities to hunt, and so forth. അപ്പോൾ ഇങ്ങനെ ബോസ്റ്റ് ചെയ്യണം അയാൾ. ബെന്നി പോകുമ്പോൾ ബെന്നിനേക്കാൾ നല്ല സ്ഥലത്താണ് ജീവിക്കുന്നതെന്ന് അറിയിക്കാനുള്ള ഒരു അഷുറൻസ് മീൻസ് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാൻ. ഓക്കെ. Then sends the boys to steal some sand from the apartment construction site. See another mistake. That is,
He sends the boys to steal some sand from the apartment construction site. അപ്പോൾ നമുക്ക് നമ്മുടെ മൊറാലിറ്റി ആണല്ലോ നമ്മുടെ കുട്ടികളെ ബാധിക്കുക. നമ്മൾ കള്ളത്തരങ്ങൾ ചെയ്തിട്ടും ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് അവരുടെ പേഴ്സണാലിറ്റി അവരുടെ എത്രമാത്രം ഡിസ്റ്റോർട്ടഡ് ആക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ ഒരു ഉദാഹരണമാണ് വില്ലിക്ക്. അപ്പോൾ എന്ത് വേണം? ഹി വാണ്ട് ടു ഷോ ഓഫ്, ദാറ്റ് ഈസ് ദ തിങ്. വില്ലി ഇൻസ്ട്രക്ട് ദം ടു റിമോഡൽ ദ പോർച്ച് ഇൻ ഓർഡർ ടു ഡെമോൺസ്ട്രേറ്റ് ദെയർ ബിൽഡിംഗ് സ്കിൽസ്. ഹി ജസ്റ്റ് വാണ്ട് ടു ഷോ ഓഫ് ഇൻ ഹിസ് friend of his brother that their children, his children are very efficient. ഇത്രയും സ്മാർട്ടായിട്ടുള്ള നല്ല കുട്ടികളാണ്, നല്ല സ്മാർട്ടാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി അയാൾ ചെയ്യുന്നത് എന്താണ്? he asked his boys to steal some sand from the apartment construction site. അപ്പം ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും ഏത് രീതി അഡോപ്റ്റ് ചെയ്താലും വേണ്ടില്ല, മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാൻ മറ്റുള്ളവർ നല്ലത് പറയാൻ എന്തും ചെയ്യും. അതാണ് ഇവരെ ഫാമിലിയുടെ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം. വില്ലിക്ക് വരുന്ന പ്രശ്നം അതാണ്. Charlie comes over and warns Willie that the building watchman will have the boys arrested if they are caught again. Willie criticizes Charlie and his son Bernard in front of Ben. Bernard arrives, informing everyone that the watchman is pursuing Biff. Willie is momentarily upset but dismisses his anxiety when Ben compliments Biff's courage. So what happens is that same thing happens is boosted the thing, the mistakes that the children do, and the parents or the elders are encouraging and motivating, even complimenting for that. So അതിൽ ചാർലിയും ബെർണാർഡും നിരന്തരം തെറ്റുകൾ തിരുത്താൻ അവർ ഇടപെടുന്നുണ്ട്. പക്ഷെ അത് ആർക്കും ഇഷ്ടമല്ല. വില്ലിക്കും ബിഫിനും ഒന്നും താല്പര്യമില്ല. Charlie leaves after Willie insults him again. Willie entreats Ben to stay because he needs someone to talk to. Willie feels insecure and kind of temporary since he never had the opportunity to talk to his father. Willie asks Ben to show him how and what to teach the boys. Ben responds by reciting the facts of his African adventure. He was 17 years old when he went in the jungle, 21 years old when he came out, and he was rich. അപ്പോൾ ഈ ഒരു അതായത് എങ്ങനെയായാലും റിച്ച് ആവുക, എങ്ങനെയായാലും അതാണ് സക്സസ്, അതാണ് ഹാപ്പിനെസ്, അതല്ലെങ്കിൽ അതാണ് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ്. ഓക്കെ, നൗ വി ക്യാൻ സീ സീൻ 10. ദിസ് ഷിഫ്റ്റ് ബാക്ക് ടു പ്രസൻറ്റ്. അപ്പോൾ പ്രസൻറ്റിലേക്ക് വന്നു. ലിൻഡ ലുക്സ് ഫോർ വില്ലി ആൻഡ് ഫൈൻഡ്സ് ഹിം. അപ്പോൾ ആ കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ പാസ്റ്റിന് മുന്നേ നടന്ന കാര്യങ്ങൾ. നൗ ഇറ്റ് ഈസ് ഇൻ പ്രസൻറ്റ്. ലിൻഡ ലുക്സ് ഫോർ വില്ലി ആൻഡ് ഫൈൻഡ്സ് ഹിം ടോക്കിംഗ് ടു ഹിംസെൽഫ് ഔട്ട്സൈഡ്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇയാളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കല്ലേ ഇയാളുടെ കാര്യങ്ങൾ, ഇയാളുടെ പാസ്റ്റൊക്കെ. അപ്പോൾ അത് ലിൻഡ ലുക്സ് ഫോർ വില്ലി ആൻഡ് ഫൈൻഡ്സ് ഹിം ടോക്കിംഗ് ടു ഹിംസെൽഫ് ഔട്ട്സൈഡ്. വില്ലി ആസ്ക്സ് ലിൻഡ ഇഫ് ഷീ സ്റ്റിൽ ഹാസ് എ ഡയമണ്ട് വാച്ച് ഫോബ് ദാറ്റ് ബെൻ ഗേവ് ഹിം വെൻ ഹി വിസിറ്റഡ്. ഓക്കെ, അപ്പോൾ എത്ര വർഷത്തിന് മുന്നേയുള്ള സംഭവങ്ങളാണ് നടന്നത്? ലിൻഡ റിമൈൻഡ്സ് ഹിം ദാറ്റ് ഹി പോൺഡ് ഇറ്റ് ഓവർ 12 years ago to pay for one of Biff's classes. Willie mumbles to himself about Ben and goes for a walk in his slippers. അപ്പോൾ 12 വർഷം മുന്നേ അത് പോൺ ചെയ്തിട്ടുണ്ട്, അത് പണയം വെച്ചിട്ടുണ്ട്. The thing is that. Okay, so അപ്പോൾ എത്ര കാലം മുന്നേ ഉള്ളതായിരിക്കും ആ ഇൻസിഡൻറ്റ്? Biff and Happy come outside and talk with Linda about Willie. Biff is angry and ashamed of Willie's behavior. He asks Linda why she never wrote to him of Willie's condition. Linda becomes upset and reminds him that he did not write or provide her with an address where he could be reached. Linda informs Biff that Willie is always excited to hear that Biff is returning home, but he becomes increasingly agitated the closer to Biff's arrival. അപ്പോൾ ഫാദറിനെ ഇതുവരെ കണ്ടുമുട്ടില്ല. അപ്പോൾ കാണുന്ന അതുവരെ, അതായത് ഇത്രയും കാലത്തിന് ശേഷം അവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അവനിങ്ങനെ ടെൻഷൻ കൂടി വരുന്നുണ്ട്. ബൈ ദ ടൈം ബിഫ് റീച്ചസ് ഹോം വില്ലി ഈസ് ആംഗ്രി ആൻഡ് ആർഗ്യുമെൻറ്റേറ്റീവ്. കംപ്ലീറ്റ് ആയിട്ട് വില്ലിയുടെ എല്ലാ നിയന്ത്രണവും തെറ്റുണ്ട്. വില്ലിക്ക് അത്രയും വെറുപ്പാണ് ഫാദറിനോടുള്ളത്. ലിൻഡ ചാസ്റ്റൈസസ് ബിഫ്സ് ടെൻഡൻസി ടു വാണ്ടർ ഫ്രം പ്ലേസ് ടു പ്ലേസ് ആൻഡ് ജോബ് ടു ജോബ്. ഷീ എക്സ്പ്ലെയിൻസ് ദാറ്റ് ഷീ ആൻഡ് വില്ലി ആർ ഗെറ്റിംഗ് ഓൾഡർ ആൻഡ് they will die one day. Biff reacts to Linda's statement but only in excuse me. Okay, so what happens is that she explains that
now what happens is that your parents are getting older, we are going to die. അപ്പോൾ എങ്ങനെ ബിഫ് അതിനോട് റിയാക്ട് ചെയ്യുന്നത്? റിയാക്ട്സ് ടു ലിൻഡ സ്റ്റേറ്റ്മെൻറ്റ് ബട്ട് ഓൺലി ഇൻ റിലേഷൻ ടു ഹർ, നോട്ട് വില്ലി. ഓക്കെ, അപ്പോൾ ലിൻഡയ്ക്ക് ഒരിക്കലും മനസ്സിലാകുന്നില്ല എന്തിനാണ് ഈ കുട്ടി ഇങ്ങനെ, എന്തിനാണ് ബിഫ് ഇങ്ങനെ വെറുക്കുന്നത് ഫാദറിനെ എന്നുള്ളത്. കാരണം ബിഫിന് അത് പറയാൻ വയ്യ, ലിൻഡയോട് പറയാൻ വയ്യ, ഇതാണ് കാരണം, ഇതുകൊണ്ടൊക്കെയാണ് എന്നെ ഈ കോലത്തിലാക്കിയത് ഫാദറിൻ്റെ ആറ്റിറ്റ്യൂഡ്സ് ആണ്, ആക്ഷൻസ് ആണെന്ന് ലിൻഡയോട് പറയാനും വയ്യ. കാരണം ലിൻഡ ഒരിക്കലും അത് ഉൾക്കൊള്ളില്ല, ഇറ്റ് വുഡ് ഹേർട്ട് ഹർ. സോ അതുകൊണ്ട് അത് പറയാൻ ബിഫിന് ഒരിക്കലും കഴിയുന്നില്ല. ബട്ട് ഹീസ് ഇൻട്രസ്റ്റഡ്, ഹീസ് എ ലവിങ് സൺ, അതിൽ സംശയമൊന്നുമില്ല, എല്ലാവർക്കും പരസ്പരം സ്നേഹമുണ്ട്. പക്ഷെ ആ ഒരു സ്വാർത്ഥതയാണ് ഇവിടെ പ്രശ്നം. So he is concerned about her but not Willie. He denies the possibility that she could die anytime soon. She gives Biff an ultimatum: respect your father or do not come home. ഒന്നുമില്ലെങ്കിൽ ഫാദറിനെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിൽ വരണ്ട എന്നുള്ള രീതിയിൽ പറയാൻ ലിൻഡയ്ക്ക് അത്രയും മടുത്തു പോയി. Now Linda continues to defend Willie, insisting that he is not crazy but exhausted. Linda attributes Willie's behavior to the fact that he is working straight commission, just like a beginning salesman. Okay, Willie has been secretly borrowing money from Charlie in order to pay the bills. Linda blames Biff and Happy for abandoning their father in order to pursue their own selfish desires. പക്ഷെ അത് ബേസിക്കലി എവിടെ നിന്ന് വന്നതാണ്? അത് വില്ലിയിൽ നിന്ന് തന്നെ വന്നതാണ് അല്ലേ മക്കൾക്ക്? Biff agrees to stay at home and help out financially, but Linda refuses unless he and Willie can reconcile their differences. Biff reminds her that Willie threw him out of the house because Biff discovered Willie was a fraud. ഓക്കെ, അപ്പോൾ ബിഫ് ഓർമ്മിപ്പിക്കുകയാണ് ലിൻഡയെ, ഞാനല്ല വീട്ടിൽ നിന്ന് പോയത്, ഫാദർ എന്നെ പുറത്താക്കിയതാണ്, അത് വില്ലി ഫ്രോഡാണെന്ന് പറഞ്ഞതുകൊണ്ടെന്ന്. ലിൻഡ ക്വസ്റ്റ്യൻസ് ബിഫ് ബട്ട് ഹി റെഫ്യൂസസ് ടു എക്സ്പ്ലെയിൻ ഹിസ് മീനിങ്. ഓക്കെ, അത് എന്താണെന്ന് പറയൂ എന്ന് പറയുമ്പോൾ ആ കുട്ടി അത് അവൻ പറയുന്നില്ല, ബിഫ് പറയുന്നില്ല എന്താണെന്നുള്ളത്. പക്ഷേ ഫ്രോഡാണ് ഫാദർ എന്നുള്ളത് അവനറിയാം. അപ്പോൾ അത് പറഞ്ഞത് കാരണം എന്നെ ഇവിടുന്ന് പുറത്താക്കിയതാണ് എന്നുള്ളത് അവൻ കൃത്യമായി പറയാണ്. ഓക്കെ, ബട്ട് ലിൻഡ ഈസ് ട്രൈയിങ് ടു ഫിക്സ് ദ പ്രോബ്ലം between her husband and her children. Okay, Linda tells the boys that Willie has attempted to commit suicide several times. She recently discovered a rubber hose attached to the gas pipe. Okay, റബ്ബർ ഹോഴ്സ് വെച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസ് പൈപ്പിനെ അറ്റാച്ച് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. എപ്പോൾ വേണമെങ്കിൽ ഇയാൾ തീ കൊടുത്തിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ അയാൾ ആത്മഹത്യ ചെയ്യാൻ കണ്ടു എന്ന് പറയാണ്. Every day she struggles with the idea of removing it. Biff agrees to stay and find a job. Although he does not like the business world, according to Biff, the lawmen should be working outside. എന്താണ് ലോമെൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഔട്ട്സൈഡ്, പുറത്ത് പോയിട്ട്, അതല്ല സെയിൽസ്മാൻ ബിസിനസ് അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊന്നും അല്ല അവർക്ക് താല്പര്യം. അത് ശരിക്കും അതല്ല ചെയ്യേണ്ടത്, അത് അവരുടെ ഏരിയ അല്ല എന്നുള്ളതാണ് ബിഫിൻ്റെ അഭിപ്രായം. ഓക്കെ, നൗ സീൻ 11 Willie returns from his walk and overhears that some people think he is crazy, while others just laugh at him. Willie confronts Biff and tells him to go back to Texas. അപ്പോൾ ഇവർ രണ്ട് തമ്മിലുള്ളൊരു കാഴ്ച. Willie becomes excited when Happy informs him of Biff's plan to speak to Bill Oliver. അപ്പോൾ നമ്മൾ ആദ്യം ബിൽ ഒലിവറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കുറച്ച് ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണം റാഞ്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് ബിഫിനെ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ആ ഒരു കാര്യം ഹാപ്പി ഇൻഫോം ചെയ്യാണ്. ബിഫ് ഡിസ്ക്രൈബ്സ് ഹിസ് പ്ലാൻ ടു ഓപ്പൺ ഹിസ് ഓൺ business. Willie instructs Biff on how much money to ask for, what to wear, how to speak and what to talk about. First he directs Biff to be serious and avoid telling jokes, and then he contradicts himself and advises Biff to assume a confident air and tell old stories. Happy recommends going into business with Biff with a line of sporting goods known as Lawman line. അപ്പോൾ എന്താണ്, നമുക്കൊരു ബിസിനസ് തുടങ്ങിയാലോ എന്നുള്ള രീതിയിലാണ് ഹാപ്പി പറയുന്നത്. ഇങ്ങനെ ഈ അവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടിയാൽ ബിൽ ഒലിവറിൻ്റെ നിന്ന് അവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് ലോൺ കിട്ടിക്കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യാനുള്ള ഇത് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർ ചെയ്യുന്നത്. ത്രൂ ഔട്ട് ദ സീൻ ലിൻഡ റിപ്പീറ്റഡ്ലി സേസ് words of encouragement as Biff and Happy describe the plan. However, Willie yells at her for interrupting the conversation. Biff argues with Willie over his treatment of Linda. Linda attempts to stop the argument, but then Willie accuses her of siding with Biff. Willie gives in and goes to bed. അപ്പോൾ എന്തൊരു കോൺവെർസേഷൻ ഇവർ നടത്തിയാലും അത് അവസാനം കൊളായി കൊണ്ടിരിക്കുകയാണ്. കാരണം ലിൻഡ അതിലിടപെട്ടപ്പോൾ മീൻസ് ഷീ ഈസ് ട്രൈയിങ് ടു ഫിക്സ് ദ പ്രോബ്ലം. ഷീ വാണ്ട്സ് ടു മേക്ക് ഹർ ഫാമിലി ഹാപ്പി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ പക്ഷെ അത് എങ്ങനെയാണ്, ഇത്രയും സപ്പോർട്ടീവ് ആണെങ്കിൽ പോലും അതിനെ
വാല്യൂ ചെയ്യാൻ വില്ലിക്ക് കഴിയുന്നില്ല. വില്ലിക്ക് കഴിയാത്തത് കാണുമ്പോൾ മദറിനെ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് അതിന് ശരിക്കും അർഹതയില്ല ഫാദറിന് എന്നുള്ളത് ആർക്കറിയാം? ബിഫിനെ അറിയാം. അതുകൊണ്ടാണ് ബിഫ് എപ്പോഴും ഇവർ തമ്മിൽ പ്രശ്നമായി വരുന്നത്. മദറിനെ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതിനോട് ആർക്ക് താല്പര്യമില്ല? ദാറ്റ് ഹി ആർഗ്യൂസ്, ഹി ഫൈറ്റ്സ് വിത്ത് ഹിസ് ഫാദർ. ഓക്കെ, നൗ Scene 12. Linda tells Biff to tell Willy good night so that he will. കണ്ടോ, അതാണ് ചില വീടുകളിൽ അങ്ങനെയാണ്. മദേഴ്സ് എപ്പോഴും എങ്ങനെയാണ് ഈ പ്രശ്നം ഒഴിവാകട്ടെ എന്ന് കരുതും. അത് എത്രയാണെങ്കിലും ഹസ്ബൻഡിനോട് ക്ഷമിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ കാണാറുണ്ട്. അത് തന്നെയാണ് ലിൻഡയുടെ അവസ്ഥ. ലിൻഡ ടെൽസ് ബിഫ് ടു ടെൽ വില്ലി ഗുഡ് നൈറ്റ് സോ ദാറ്റ് ഹി വിൽ എൻഡ് ദ ഡേ ഓൺ എ പോസിറ്റീവ് നോട്ട്. ബിഫ് borrows money from Happy to buy some new ties. Happy tells Biff to move into his apartment with him. Linda tells Willy the ഷവർ നീഡ്സ് റിപ്പയർ ആൻഡ് ഹി ബിക്കംസ് ഇറേറ്റ്. അപ്പോൾ എന്ത് റിയാലിറ്റി ഒന്നും പറയാൻ പാടില്ല. ഷവർ കേട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ വില്ലിക്ക് ദേഷ്യം വന്നോ, ഒന്നും റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ താല്പര്യമില്ല. ലിൻഡയെ മനസ്സിലാക്കാൻ ആർക്ക് കഴിയുന്നില്ല? വില്ലിക്ക് കഴിയുന്നില്ല. ലിൻഡ വണ്ടേഴ്സ് ഇഫ് ബിൽ ഒലിവർ വിൽ റിമെമ്പർ ബിഫ്, ബട്ട് വില്ലി അഷ്യൂർസ് ഹിം ദാറ്റ് ഹി വിൽ. വില്ലി പ്രൊക്ലെയിംസ് ദാറ്റ് ബിഫ്സ് എക്സ്പീരിയൻസ് വാണ്ടറിംഗ് ഫ്രം ജോബ് ടു ജോബ് വിൽ പ്രൂവ് വാല്യുബിൾ. Biff tells Willy and Linda good night, and Willy advises Biff to ask for $15,000, and he assures Biff that he has all kinds of greatness in him. Okay, Willy ignores Linda's comments and tells her to quit interrupting. Willy reminisces about one of Biff's football games. Linda asks Willy what Biff knows about his past that he is holding against him, but Willy refuses to answer. Downstairs, Biff finds the rubber tubing behind the heater and removes it. അപ്പോൾ എന്താണ് ഇപ്പം ഈ ലിൻഡ കോൺസ്റ്റൻ്റ്ലി ആസ്ക് ചെയ്യുന്നുണ്ട് ആരോട്? ഹസ്ബൻഡിനോടും മകനോട് ചോദിച്ചു, മകൻ പറഞ്ഞില്ല. പിന്നെ വില്ലിയോട് ചോദിക്കുകയാണ് എന്താണ് സംഭവം, എന്താണ് നിങ്ങളുടെ മകൻ നിങ്ങളോട് ഇത്രയും ദേഷ്യം, എന്തുകൊണ്ടാണ് അവന് നിങ്ങളോട് ഇത്രയും വെറുപ്പ്, നിങ്ങൾ എന്തുകൊണ്ടാണ് അവൻ അനുസരിക്കുന്നില്ല, നിങ്ങളോടൊന്നും പറയുന്നില്ല, നമ്മളെ വീട് വിട്ട് പോയി, എന്താണ് ഇതിന് കാരണം ചോദിക്കുമ്പോൾ ഹി ഈസ് നോട്ട് ആൻസറിങ്. എങ്ങനെ ആൻസർ ചെയ്യുക? ഇതാ കാരണം എന്ന് പറയാൻ പറ്റുമോ? നോ. സോ ദാറ്റ് ഈസ് ദ റീസൺ. അപ്പോൾ അത് ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ബിഫ് ഫൈൻഡ്സ് എ റബ്ബർ ട്യൂബിങ്. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് എടുക്കുകയും അത് മാറ്റുകയും ചെയ്യുന്നത് ബിഫാണ്. ഓക്കെ, നൗ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ആക്ട് 1. അപ്പോൾ അത്രയുണ്ട് ആക്ട് 1 നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ഫാമിലി എത്ര കയോസിലാണെന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ. ഇനി അടുത്തത് ദാറ്റ് ഈസ് നെക്സ്റ്റ് മോർണിംഗിൽ, മീൻസ് ആ 24 hours പിന്നെ നെക്സ്റ്റ് മോർണിംഗിൽ വരുന്നത് Biff and Happy have already gone. Linda serves Willy breakfast. Biff has gone to borrow money from Bill Oliver. ഇത് ഈ ബിൽ ഒലിവറിൻ്റെ അടുത്തുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് അവർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ പ്രതീക്ഷയും തകർന്നു പോകും. ഓക്കെ, സോ ഹി ക്യാൻ ഓപ്പൺ ദ സ്പോർട്ടിംഗ് ഗുഡ്സ് ലൈൻ. ഓക്കെ, കാരണം എന്താണ് ബിഫിന് വലിയ അവന് ആഗ്രഹം ഔട്ട്ഡോറിൽ വർക്ക് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും അവന് ഫാദറിൻ്റെ ഇഷ്ടം ഒക്കെ നടത്തണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ മെമ്മറീസാണ് അവൻ്റെയും പ്രശ്നം. ഈ ഫാദറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹിസ് വൈഫ്, ബേസിക്കലി ദെയർ മദർ, അതൊക്കെയാണ് പ്രശ്നം. ഓക്കെ, സോ വില്ലി ഈസ് എക്സൈറ്റഡ് ആൻഡ് കോൺഫിഡൻറ്റ് ദാറ്റ് ബിഫ് വിൽ ഒബ്റ്റെയിൻ ദ മണി ആൻഡ് ഫൈനലി ബി സക്സസ്ഫുൾ. വില്ലി ഡ്രീംസ് ഓഫ് ഗ്രോയിങ് വെജിറ്റബിൾസ്, മൂവിങ് ടു ദ കൺട്രി ആൻഡ് ബിൽഡിംഗ് 2 guest houses ഫോർ ദ ബോയ്സ് ആൻഡ് ദെയർ വൈഫ്സ്. ഇങ്ങനെ മനോരാജ്യത്ത് ഇങ്ങനെ ഫാൻറ്റസികളാണ്. Willy is convinced that everything is getting better and he feels certain that Howard അയാളുടെ ആദ്യത്തെ ജോലിക്കാരൻ Howard will give him a job in New York. Okay, now Linda reminds Willy to request an advance because there is no enough money to pay the bills. Willy's mood changes and he becomes angry. അപ്പോൾ അയാൾ നല്ലൊരു സ്വപ്ന ലോകത്ത് ഇങ്ങനെ കഴിയുന്ന സമയത്താണ് പെട്ടെന്ന് ലിൻഡ റിയാലിറ്റിയാണ്. ലിൻഡ വരുന്നത് ഇങ്ങനെ കുറച്ച് മണി വേണമെന്ന് പറയുന്നു. ഹി ബിക്കംസ് ആംഗ്രി. ഹി കംപ്ലൈൻസ് അബൌട്ട് സ്റ്റ്യൂഡ് ബേക്കർ ആസ് വെൽ ആസ് ദ റെഫ്രിജറേറ്റർ. എല്ലാത്തിനെയും കുറ്റം പറയാണ് ചെയ്യുന്നത്. കാരണം ഇയാൾക്ക് റിയാലിറ്റി എന്നുള്ളത് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. ഇയാൾ ഫാൻറ്റസി വേൾഡിൽ സക്സസ് ആവുന്നതും സ്വപ്നം കാണുക, അതിൽ ജീവിക്കുക, അതിൽ നിന്ന് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഇയാൾക്കത് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. Linda points out that the mortgage will be paid in full after this month. Okay, Willy reminisces about the house and the work he put into it during the last 25 years. Willy is supposed to meet Biff and Happy at Frank's Chop House. ഫ്രാങ്ക്സ് ചോപ്പ് ഹൗസ് എന്ന് പറയുന്ന ആ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ് മക്കളെയൊക്കെ ഒന്ന് കണ്ട് മുട്ടാം എന്നുള്ളൊരു മീൻസ് അവരൊന്ന് സംസാരിക്കാനും ഈ ഒരു ബിഫ് പോയിട്ടിങ്ങനെ ഈ ഒരു സംഭവം ഫിനാൻഷ്യൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നേടിയെടുത്തതിന് ശേഷം സംസാരിച്ച് ഭാവി പരിപാടികൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫ്രാങ്ക്സ് ചോപ്പ് ഹൗസ് ഫോർ എ സർപ്രൈസ് ഡിന്നർ. മക്കൾക്ക് സന്തോഷമായിക്കോട്ടെ. പണ്ട് ഇങ്ങനെ സർപ്രൈസ് ഇടയ്ക്കിടയ്ക്ക് സർപ്രൈസ് കൊടുത്ത്
ഹാപ്പി ആക്കുന്ന ഒരു ഫാദറാണ് ഇയാൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അയാൾക്ക് ആ ഒരു ഇമേജ് വീണ്ടും റീബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. അതിന് അയാൾ കരുതുന്നത് ആദ്യമേ പറയുന്നുണ്ടല്ലോ, ലിൻഡ പറയുന്നുണ്ടല്ലോ, ഒരു പിക്നിക് ലഞ്ച് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്ത് ആ ഒരു വാംത്ത് തിരിച്ച് കൊണ്ടുവരാൻ, ആ ഫാമിലിയിലേക്ക് കൊണ്ടുവരാൻ, ഏകദേശം ഡെഡ് ആയിട്ടുള്ള ഫാമിലിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർ ഇതാക്കുന്നത് എന്താണ്, വില്ലി ഈസ് പ്ലാനിങ് ആ സർപ്രൈസ് ഡിന്നർ ഫോർ his children, Biff and Happy, that is at Frank's chop house. He instructs Linda again to quit repairing her സ്റ്റോക്കിങ്സ് കാണുമ്പോൾ അപ്പോൾ ഇയാൾക്ക് ഓർമ്മ വരുന്നത് മറ്റേ ഒരു ലേഡി ആയിട്ടുള്ള ആ ഒരു എപ്പിസോഡാണ്. അതാണ് അവർക്ക് ഡിമാൻഡ് ചെയ്തത്, അത് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിൻഡ ഇതായിട്ട് ഇങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ ദിസ് റിമൈൻഡ്സ് സ്റ്റോക്കിങ്സ് ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ഹിസ് ഗിൽറ്റ്. ഓക്കെ, ബിഫ് കോൾസ് ലിൻഡ ആൻഡ് ഷീ ടെൽസ് him Willie remove the rubber pipe, but Biff informs her that he got rid of the pipe himself. അപ്പോൾ എന്താണ്, ലിൻഡയ്ക്ക് ആശ്വാസമായി. ഇത് കണ്ടപ്പോൾ ബിഫാണ് അല്ല റിമൂവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഇവർക്ക് അറിയില്ല, മീൻസ് ലിൻഡയ്ക്ക് അറിയില്ല. അപ്പോൾ ലിൻഡ കരുതി ഇനിയിപ്പോൾ ആത്മഹത്യ ചെയ്യാന്ന് പോലെ, ഹാപ്പിയാണ് ഫാദർ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, നൗ Scene 2. Willie goes to the office with the intention of asking Howard for a New York position. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇയാൾക്ക് ഒരുപാട് ട്രാവൽ ചെയ്യാൻ വയ്യ. അപ്പോൾ ഹൊവാർഡിനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ന്യൂയോർക്ക് പൊസിഷൻ കിട്ടും, അവിടെ ഒരു സ്ഥിരമായിട്ടൊരു ജോലി കിട്ടുമോ എന്നുള്ളത് അറിയാൻ. ഹൊവാർഡ് ടെൽസ് വില്ലി അബൌട്ട് ഹിസ് ന്യൂ റെക്കോർഡർ ആൻഡ് ഡെമോൺസ്ട്രേറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്. അപ്പം വളരെ കഷ്ടപ്പെട്ട് ഇയാൾ ചെല്ലുമ്പോൾ ഹൊവാർഡ് എന്താണ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഹീ ഈസ് ഷോയിങ് ഹിസ് ന്യൂ റെക്കോർഡർ ആൻഡ് ഡെമോൺസ്ട്രേറ്റ് ഹൗ ഇറ്റ് വർക്ക്സ്. Howard plays recordings of his children and his wife and convinces Willie to buy a recorder. അപ്പോൾ ആരാണ് ഈ ഹൊവാർഡ് എന്ന് പറയുന്ന ആൾ? അയാൾ ബിസിനസ് മാൻ ആണ്. ഓക്കെ, വില്ലി എക്സ്പ്രസസ് ഹിസ് ഡിസയർ ടു വർക്ക് ഇൻ ന്യൂയോർക്ക് rather than continue traveling. Howard hesitates until Willie reminds him of the Christmas party and Howard promises to give Willie an in-town job if possible. Okay, പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ തരാം എന്നുള്ളത് പറയാണ്. ഹൊവാർഡ് സേസ് ദാറ്റ് ദെയർ ആർ, അതായത് ക്രിസ്മസ് പാർട്ടിയുടെ സമയത്ത് ഇങ്ങനെ എന്താ പറയുക, ഹൊവാർഡ് ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, മീൻസ് നമുക്ക് അധികം താമസിയാതെ നിങ്ങൾ കുറേ കാലമായില്ലേ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു ഭാഗത്ത് നിന്നൊരു ജോബ് തരാം എന്നുള്ള ഒരു പ്രോമിസ് തന്നിട്ടുണ്ടായിരുന്നല്ലോ എന്ന് ആരും വില്ലി ഓർമ്മിപ്പിക്കുകയാണ് ഹൊവാർഡിനെ. Howard says that there are no openings at the moment. Willie begs Howard for a job, each time asking for less money, but Howard insists that a job is not available. അപ്പോൾ ഇയാളുടെ ഒരു കണ്ണുചോരയില്ലായ്മയാണ് ഈ ഒരു വില്ലിയെ ഇത്രയും ഒരു എന്താ പറയുക, ആൾ എത്രമാത്രം ഇൻസ്ക്രൂപ്പുലസ് ആണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹൊവാർഡ് എന്ന് പറയുന്ന ആ ഒരു ബിസിനസ്മാൻ, അയാളുടെ ബോസ്, വില്ലിയുടെ ബോസ് എന്ന് പറയുന്നത്, അയാൾ കുറഞ്ഞ ശമ്പളത്തിലാണെങ്കിൽ പോലും എനിക്കൊരു ജോലി തരുമോ എന്ന് ചോദിക്കുന്ന വില്ലിയെ നമുക്കവിടെ കാണാൻ പറ്റുന്നത്. അത്രയും അയാളൊരു ഗതികെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. In an effort to convince Howard, Willie resorts to old memories of his glory days when he worked for Howard's father. In addition, Willie attempts to explain why he became a salesman. He describes Dave Singleman. അപ്പോൾ ഈ ഡേവ് സിംഗിൾമാൻ എന്ന് പറയുന്ന ആൾ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സെയിൽസ്മാൻ ആണ്. സോ അതുപോലെ ആവണം, അതാണ് അയാളുടെ മോഡൽ. ഓക്കെ, അതുകൊണ്ടാണ് ഇയാളൊരു സെയിൽസ്മാൻ ആയത്. വില്ലി സെയിൽസ്മാൻ ആയ കാരണം ഡേവ് സിംഗിൾമാനെ ഡിസ്ക്രൈബ് ചെയ്യാണ്. എ വെൽ റെസ്പെക്റ്റഡ് പ്രൊഫഷണൽ സെയിൽസ്മാൻ ഹു മെയ്ഡ് എ ലാസ്റ്റിംഗ് ഇംപ്രഷൻ ഓൺ പീപ്പിൾ ആൻഡ് വാസ് പബ്ലിക്കലി മോൺഡ് വെൻ ഹീ ഡൈഡ്. അപ്പോൾ അത്രയും പ്രശസ്തനായിട്ടുള്ള ഒരാളായിരുന്നു ഡേവ് സിംഗിൾമാൻ. അപ്പോൾ അതാണ് ഇയാളെ സെയിൽസ്മാൻ എന്നുള്ള ജോബിലേക്ക് അട്രാക്ട് ചെയ്തത്. ഹൊവാർഡ് റിമെയിൻസ് ഇംപാസീവ് ടു വില്ലീസ് എൻട്രീറ്റീസ് ആൻഡ് ഇൻസ്റ്റഡ് ഇൻഫോംസ് വില്ലി ക്യാൻ നോ ലോങ്ങർ വർക്ക് ഫോർ ദ കമ്പനി. അയാളെ ഫയർ ചെയ്യാണ് ചെയ്തത്. അയാൾക്ക് ന്യൂയോർക്കിൽ പൊസിഷൻ കൊടുക്കുക, ജോബ് അത് കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് ഇയാൾ ചെന്നതാണ്. അപ്പോൾ ഇയാൾ അവസാനം എന്താണ് ചെയ്യുന്നത്, ഹൊവാർഡ് ഹി ഫയേഴ്സ് Willie. Howard advises Willie to appeal to Biff and Happy for financial assistance and he instructs Willie to return his sample cases by the end of the week. അപ്പോൾ സാമ്പിൾ കേസസ് മീൻസ് അവരുടെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ആ കേസുകൾ ഉണ്ടാവുമല്ലോ, സാമ്പിൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ആ എൻഡ് ഓഫ് ദ വീക്കിൽ തിരിച്ചേൽപ്പിക്കണം. നിങ്ങളെ ജോലിയല്ല, ഇതുവരെ സ്റ്റേറ്റ് കമ്മീഷനിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, ഇനിയിപ്പോൾ സ്റ്റേറ്റ് കമ്മീഷൻ പോലും ഇല്ല, ഇനി ഇവിടെ ജോലി ചെയ്യാൻ നിങ്ങൾ വരണ്ട, നിങ്ങളുടെ മക്കളോട് നിങ്ങൾ എന്താണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന് വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്തോളൂ എന്നൊരു ഔദാര്യം പോലൊരു മറുപടി കൊടുത്ത് കറിവേപ്പില പോലെ അയാളെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്, ഹൊവാർഡ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻസിഡൻറ്റ് ഇൻ
വില്ലീസ് ലൈഫ്. അല്ലെങ്കിൽ തന്നെ അയാൾ അത്രയും ട്രബിൾഡാണ്. അതിൻ്റെ പുറത്ത് അയാൾക്ക് ഉള്ള ജോബ് പോലും ഇല്ല എന്നുള്ള അവസ്ഥയിൽ. അതാണ് ആ ക്യാപിറ്റൽ സൊസൈറ്റിയുടെ ഒരു പ്രശ്നമാണ് പറയുന്നത്. ഒരാളെ ഒരു കൂസലും ഇല്ലാതെ ഒരു ദിവസം അങ്ങ് എടുത്ത് ഉപേക്ഷിച്ചാലും ആരും ഒന്നും പറയുന്നില്ല. സി ഹൗ ടെറിബിൾ ദ കണ്ടീഷൻ ഈസ്. നൗ സീൻ 3 അതിൽ ഹൊവാർഡ്സ് ഓഫീസ് ഡിസപ്പിയേഴ്സ് ആസ് സീൻ 3 ഷിഫ്റ്റ്സ് ഇൻ ടു ദ പാസ്റ്റ്. എങ്ങനെയാണ് പാസ്റ്റിലേക്ക് പോവാണ്. ബെൻ അപ്രോച്ചസ് വില്ലി ഓൺ ഹിസ് വേ ടു അലാസ്ക. ഓക്കെ, അപ്പോൾ ഇയാളുടെ ഈ ജോബ് നഷ്ടപ്പെട്ട അവസ്ഥയും ഇയാളുടെ പാസ്റ്റിൽ ഇയാൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു അവസ്ഥയും. ഓക്കെ, ബെൻ അപ്രോച്ചസ് വില്ലി ഓൺ ഹിസ് വേ ടു അലാസ്ക. വില്ലി ആസ്ക് ബെൻ ഫോർ അഡ്വൈസ് ബിക്കോസ് തിങ്സ് ആർ നോട്ട് ഗോയിങ് ആസ് പ്ലാൻഡ്. ഓക്കെ, ബെൻ ഓഫേഴ്സ് വില്ലി എ ജോബ് ഓവർസീയിങ് ഹിസ് ടിംബർലാൻഡ് ഇൻ അലാസ്ക and Willie accepts. Linda comes back and scolds Ben for putting ideas of Alaska in Willie's head. She reminds Willie of his promising future as a salesman as well as a successful Dave Singleman. Willie attempts to convince Ben that his job as a salesman is just as remarkable as working in Alaska. Willie is convinced he and the boys will become just as rich and successful as Ben, even though they remain in Brooklyn. എന്താണ് സംഭവിക്കുന്നത് ഇവിടെ? അപ്പോൾ ഇയാൾക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടാണല്ലോ ഇയാൾ സീൻ 2 നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഇയാൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നു പാസ്റ്റിൽ, സീൻ 3. ഇയാളിങ്ങനെ ഭാര്യയുടെ മുന്നിലൊക്കെ ഇങ്ങനെ ഇയാളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാതെയും റിയാലിറ്റി അവതരിപ്പിക്കാതെയും ഒക്കെ ഇരുന്നത് കാരണം ലിൻഡയ്ക്ക് അറിയില്ല ഇത്രയും പ്രശ്നത്തിലാണ് ഇയാൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. ലിൻഡയുടെ വിചാരം ഇയാൾ സക്സസ്ഫുൾ ആണ്, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടത്തുന്നുണ്ട് എന്നൊക്കെ രീതിയിലാണ് ലിൻഡ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെന്നിനോട് ഇയാൾ പറയുന്നുണ്ട്, ദാറ്റ് ഈസ് വില്ലി സേസ് ദാറ്റ് ദർ ആർ ലോട്ട്സ് ഓഫ് പ്രോബ്ലംസ് ഇൻ മൈ ഫീൽഡ് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ലിൻഡയോട് ഇയാൾ പറഞ്ഞിട്ടില്ല, ഷെയർ ചെയ്തിട്ടില്ല. എല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത് വലിയ സംഭവമാക്കിയിട്ടാണ് ഭാര്യയുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഭാര്യ വന്ന് ചോദിക്കുകയാണ്, എന്തിനാ അപ്പോൾ നിങ്ങളിങ്ങനെ പോകേണ്ട കാര്യം? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ തന്നെ നിങ്ങൾക്ക് സക്സസ്ഫുൾ അല്ലേ, നിങ്ങളുടെ ഡ്രീം അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയണം. അപ്പോൾ ഒരു റിയാലിറ്റി ഇല്ലാത്തത് കാരണം മാനിപ്പുലേഷൻ, ലൈസ്, ഡിസപ്ഷൻ അതെങ്ങനെയാണ് വില്ലിയെ ബാധിച്ചത്, അങ്ങനെയാണ് വില്ലിക്ക് തിരിച്ചടിയായി വന്നത് പല ഘട്ടങ്ങളിലും. ഓപ്പർച്യൂണിറ്റീസ് വെൻ ദ മെനി ഡോർസ് were open in front of him എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത്. ദെൻ സീൻ 4 കണ്ടിന്യൂസ് ഇൻ ദ പാസ്റ്റ്. വില്ലി, ലിൻഡ ആൻഡ് ഹാപ്പി ആർ പ്രിപ്പയറിംഗ് ടു ഗോ ടു എബേർഡ്സ് ഫീൽഡ് ടു വാച്ച് ബിഫ് പ്ലേ ഫുട്ബോൾ. അപ്പോൾ ഇതൊക്കെ പാസ്റ്റിൽ സംഭവിക്കുന്നതാണ്. മറ്റൊരു സംഭവം, വില്ലി ഫ്രാൻറ്റിക്കലി സെർച്ചസ് ഫോർ ദ പെനൻസ് എന്ന് പറഞ്ഞാൽ ഈ പ്രത്യേകമായിട്ടുള്ള ഫ്ലാഗ്സ് ഉണ്ടാവില്ല, ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു തരം ഫ്ലാഗാണ് ഇങ്ങനെ ഇവൻ്റെ വിജയം ആഘോഷിക്കാനൊക്കെ അതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഹൂറെ പറയാനൊക്കെ. വില്ലി ഫ്രാൻറ്റിക്കലി സെർച്ചസ് ഫോർ ദ പെനൻസ് while ഹാപ്പി ആൻഡ് ബെർണാഡ് ആർഗ്യൂ ഓവർ ഹൂ വിൽ ക്യാരി ബിഫ്സ് ഫുട്ബോൾ ഹെൽമെറ്റ്. ഓക്കെ, അപ്പോൾ എത്ര നല്ലൊരു കാലമാണ്. ബിഫ് നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്നു, അത് കാണാൻ ഇവരെല്ലാവരും കൂടി പോകുന്നു. അവിടെ കുട്ടികൾ തമ്മിൽ വഴക്ക് കൂടുന്നു. ഹാപ്പിയും ബെർണാഡും എന്താണ് ചെയ്യുന്നത്? ആരാണ് ഫുട്ബോൾ ഹെൽമെറ്റ് ബിഫിൻ്റെ ക്യാരി ചെയ്യുക എന്നുള്ളതൊക്കെ പറഞ്ഞ ഹാപ്പിയും ബെർണാഡും തമ്മിൽ ആർഗ്യൂ ചെയ്യുന്നു. അപ്പോൾ ഇയാൾ പെനൻസിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്നു. അങ്ങനെയൊക്കെ നല്ലൊരു മെമ്മറി അല്ലേ. ദെൻ ബിഫ് പ്ലാൻസ് ടു സ്കോർ എ ടോർച്ച് ഡൗൺ ഫോർ വില്ലി. അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് അയാൾ കരുതാണ്. ടച്ച് ഡൗൺ ഫോർ വില്ലി. ബിഫ് പ്ലാൻസ് ടു സ്കോർ എ ടച്ച് ഡൗൺ ഫോർ വില്ലി. അപ്പോൾ അതൊരു സംഭവമാണ് ഈ ഒരു ഗെയിമിൽ. ഇങ്ങനെ വില്ലിക്ക് വേണ്ടിയിട്ട് ബിഫ് അങ്ങനെ ചെയ്യണം. ശരിക്കും ആക്ച്വലി ബോൾ പാസ് ചെയ്യാനാണ് അയാളോട് ബിഫിനോട് കുട്ടീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ വില്ലിക്ക് വേണ്ടി അത് ചെയ്യാൻ ആരും റെഡിയാണ്, ടച്ച് ഡൗൺ ചെയ്യാനാണ് ബിഫ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നൗ Charlie comes over pretending he is unaware that today is Biff's game. Charlie's behavior infuriates Willie. ഓക്കെ, അപ്പോൾ അതിലേക്ക് ചാൾസും വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ഫാമിലിയാണ് അവിടെ നമുക്ക് കാണുന്നത്. ഓക്കെ, അത് ഹാപ്പി മൊമെൻ്റ് ആണ്. നൗ ഷിഫ്റ്റ് ബാക്ക് ടു ദ പ്രസൻറ്റ്. അപ്പോൾ ജോലി നഷ്ടപ്പെട്ടു, നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, പിന്നെ നല്ല മൊമെൻറ്റ്സ്, ലൈഫിലെ നല്ല മൊമെൻറ്റ്സ് ഒക്കെയാണ് ആ ഫുട്ബോൾ മാച്ചിൻ്റെ സമയത്തുള്ളതൊക്കെയാണ് അവിടെ കാണിച്ചത്. ദെൻ ഷിഫ്റ്റ് ബാക്ക് ടു ദ പ്രസൻറ്റ്. വില്ലി ഗോസ് ടു ചാർലീസ് ഓഫീസ് വെർ ദ സെക്രട്ടറി ജെന്നി overhears him talking to himself. ഓക്കെ, ഇപ്പോൾ ചാൾസ് അന്ന് ചാർലി അയാളുടെ ഫ്രണ്ടായിട്ടുള്ള ചാർലി എന്താണ് ചാർലിയുടെ ഓഫീസിലേക്ക് ഇപ്പോൾ പോകണം. ഇപ്പോൾ ചാർലി സക്സസ്ഫുൾ ആണ്, അതുകൊണ്ട് ചാർലിയുടെ ഓഫീസിലേക്ക് പോവാണ്. വില്ലി സ്റ്റിൽ എൻജോയിങ് ഹിസ് റിവറി ഫ്രം സീൻ 4. വില്ലി ഈസ് ടോട്ടിങ് someone about Biff's impending football game and the touchdown he has promised to make for Willie. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പോസ്റ്റ് ചെയ്യാണ്. എൻ്റെ മകൻ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വില്ലീസ് ഡേ ഡ്രീം ആൻഡ്സ് വെൻ ഹി സീസ് ബെർണാഡ്. വില്ലി ഡിസ്കവേഴ്സ് ദറ്റ്. അപ്പോൾ ഇത് റിയാലിറ്റിയാണ് കേട്ടോ, ഇത് റിയാലിറ്റിയാണ്. ഇപ്പോൾ മെമ്മറിയിൽ മാത്രമേ ഇതുവരെ ബെർണാഡ് വന്നിട്ടുള്ളൂ.
മീൻസ് ഇങ്ങനെ വില്ലിയുടെ ഓരോ പ്രശ്നങ്ങൾ പറയാനും ബിഫിൻ്റെ പ്രശ്നങ്ങൾ പറയാനൊക്കെയാണ് വില്ലിയുടെ അടുത്തൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പോൾ റിയാലിറ്റിയിലേക്ക് വന്നു. ദാറ്റ് ഈസ് എങ്ങനെയാണ് വില്ലി ഡിസ്കവേഴ്സ് ദാറ്റ് ബെർണാഡ് ഈസ് വെരി സക്സസ്ഫുൾ ആൻഡ് ഹി വിൽ സൂൺ ബി സ്റ്റേയിങ് വിത്ത് റിച്ച് ഫ്രണ്ട്സ് ഹു ഹാവ് ദെയർ ഓൺ ടെന്നീസ് കോർട്സ്. വില്ലി ടെൽസ് ബെർണാഡ് ദാറ്റ് ബിഫ് ഈസ് ക്ലോസിങ് എ ബിസിനസ് വെഞ്ചർ വിത്ത് ബിൽ ഒലിവർ. ദാറ്റ് ഈസ് എന്താണ് മീൻസ് വെറുതെ ബെർണാഡിനോട് പറയാണ് വില്ലി. ഓക്കെ, അങ്ങനെ ഒന്നും ശരിക്ക് ഇവൻ്റെ മുന്നിൽ കാണിക്കാൻ, ബെർണാഡിൻ്റെ മുന്നിൽ കാണിക്കാൻ. വില്ലി ഓൾസോ സ്റ്റേറ്റ്സ് ദാറ്റ് ഒലിവർ റിക്രൂട്ട്സ് ബിഫ് ആൻഡ് ഈസ് പേയിങ് ഹിസ് എക്സ്പെൻസസ്. വെറുതെ മാനിപ്പുലേറ്റ് ചെയ്യാണ്, വെറുതെ ലൈസ് പറയാണ്. കാരണം ബെർണാഡ് സക്സസ്ഫുള്ളായി, അത് സഹിക്കാൻ ആർക്ക് പറ്റുന്നില്ല, വില്ലിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഈ റിയാലിറ്റി കാണുമ്പോൾ. അപ്പോൾ അതിനുവേണ്ടി വെറുതെ അങ്ങ് പറയാണ് എന്താണ് ബിഫും വലിയ സംഭവമായിട്ടുണ്ട്, ഇപ്പം നല്ല ജോലിയൊക്കെയാണ്, ബിൽ ഒലിവറിൻ്റെ കൂടെ നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വെറുതെ തട്ടിവിടുക. ഓക്കെ, വില്ലി ആസ്ക് ബെർണാഡ് ഹൗ ഹി മാനേജ് സക്സസ് സോ വെൽ വൈൽ ബിഫ് ഡിഡ് സോ പുവർലി. അവിടെയാണ് അത് വരുന്നത്. ഓക്കെ, ബിഫ് ഇങ്ങനെ എന്നിട്ട് പറയാണ് എങ്ങനെയാണ്, ദാറ്റ് ഈസ് എങ്ങനെയാണ് ഇങ്ങനെ ബെർണാഡ് സക്സസ് ആയതും ബിഫ് പോർ ആയിട്ട് ഇങ്ങനെ പെർഫോം ചെയ്യേണ്ട അവസ്ഥ വന്നതും എന്നുള്ളത് ചോദിക്കുമ്പോൾ പറയുന്നത് അക്കോർഡിംഗ് ടു വില്ലി ബിഫ്സ് ലൈഫ് ടുക്ക് എ ടേൺ ഫോർ ദ വേഴ്സ് ആഫ്റ്റർ എബറ്റ്സ് ഫീൽഡ് ഗെയിം. അപ്പോൾ എബറ്റ്സ് ഫീൽഡ് ഗെയിം കഴിഞ്ഞതിന് ശേഷമാണ് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്താണ്, ബെർണാഡ് റിമൈൻഡ്സ് വില്ലി ദാറ്റ് ബിഫ് ഫെയിൽഡ് മാത്ത് ആൻഡ് ആസ് എ റിസൾട്ട് ഹി ഡിഡ് നോട്ട് ഗ്രാജുവേറ്റ്. ബെർണാഡ് ക്വസ്റ്റ്യൻസ് വൈ ബിഫ് ഡിഡ് നോട്ട് അറ്റൻഡ് സമ്മർ സ്കൂൾ. വില്ലി ഈസ് നോട്ട് ഷുവർ വൈ ഹി ഡിഡ് നോട്ട് ഗോ. Bernard remembers that Biff traveled to Boston to visit Willie and talk about his future. അപ്പോൾ ഈ മാത്സിൽ തോറ്റത് കാരണം പിന്നെ ഗ്രാജുവേറ്റ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ബെർണാഡ് വന്നിട്ട് വാൺ ചെയ്തിട്ടുണ്ടല്ലോ, ഇവൻ ഇങ്ങനെ പഠിക്കാതിരുന്ന് കഴിഞ്ഞാൽ അവന് ഗ്രാജുവേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ചെയ്തില്ല. പിന്നെ സമ്മർ സ്കൂളൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് ബെർണാഡ് തിരിച്ചു ചോദിക്കാണ്ട് ബിഫിനോട്. അപ്പോൾ ബിഫ് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ബെർണാഡിന് അറിയാം, പക്ഷേ എന്താണെന്നറിയില്ല. ഓക്കെ, ബോസ്റ്റണിലേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട് ബിഫ്. അതിനുശേഷം ബിഫ് പഴയ ബിഫേ അല്ല, അതിനുശേഷം ആളാകെ മാറിയിട്ടുണ്ട്, എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ടോക്സ് അബൌട്ട് ഹിസ് ഫ്യൂച്ചർ. അത് ഭാവിയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ബോസ്റ്റണിലേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കുട്ടി ബിഫ് ചെറുതാകുമ്പോൾ. He then tells Willie that Biff burned his homemade University of Virginia tennis shoe and got into a fist fight with him when he returned. ബോസ്റ്റണിൽ പോയ ബിഫ് അല്ല പിന്നെ തിരിച്ചിങ്ങോട്ട് വന്നത്, എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ബെർണാഡ് ആസ്ക്സ് വില്ലി വാട്ട് ഹാപ്പൻ ടു ബിഫ് ഇൻ ബോസ്റ്റൺ. അറ്റ് ദിസ് പോയിന്റ് വില്ലി ബിക്കംസ് ആംഗ്രി ആൻഡ് റെസെൻറ്റ്ഫുൾ. ഇത് എന്തേ പറ്റിയത്, എന്താണ് ബോസ്റ്റണിൽ സംഭവിച്ചത്, അറിയുന്ന ആൾ വില്ലി ആണെന്നുള്ളത് ബെർണാഡിനെ അറിയാം. പക്ഷേ ബെർണാഡ് അത് ചോദിക്കുന്നതോടുകൂടി വില്ലിയുടെ സ്വഭാവം അങ്ങ് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, now Charlie comes in the office as Bernard leaves. Charlie tells Willie that Bernard will present a case before the Supreme Court. Charlie gives Willie $50, but Willie asks for more because of his insurance payment. Charlie offers Willie a job, but Willie refuses repeatedly. വെറും അഭിമാനം ഉദ്ദേശിച്ചിട്ടാണിത്. Charlie is offended and becomes angry. However, he gives Willie the money. Willie reveals that Howard fired him. Once again, Charlie attempts to convince Willie to work for him, but Willie refuses and will not explain why. Willie remarks that an individual is worth more dead than alive എന്നാണ് പറയുന്നത്. ഓക്കെ, നോ സീൻ 7 that takes place in a local restaurant. അപ്പം ഈ ചാർലി പിന്നെ ബെർണാഡ് പോയി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തോ ഈ കുട്ടിക്ക് ബിഫിന് സംഭവിച്ചത് എന്താണെന്നുള്ളത് നമ്മളതിലേക്ക് വരികയാണ്. അപ്പോൾ അതിന് ശേഷം പിന്നെ സംഭവിക്കുന്നത് ലോക്കൽ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ്. അതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പം ബിഫ് പോയിട്ടുണ്ട് എന്തിന്, ഒലിവറിൻ്റെ അടുത്ത് കുറച്ച് ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, വാങ്ങാൻ വേണ്ടിയിട്ട്, ലോൺ എടുക്കാനൊക്കെ ബിസിനസ് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ അവർ പോയിട്ടുണ്ടായിരുന്നല്ലോ ആ ഹോട്ടലിൽ, റെസ്റ്റോറൻറ്റിൽ അവർ പോയി. ഇനി അവിടെ എന്താ സംഭവിക്കുന്നത്, ഹാപ്പി ചാറ്റ്സ് വിത്ത് സ്റ്റാൻഡി ദ വെയിറ്റർ ആൻഡ് സ്റ്റാൻഡി ഈസ് ഇംപ്രസ്ഡ് ബിക്കോസ് ഹാപ്പി ക്യാൻ പ്രിഡിക്റ്റ് വെൻ ബ്യൂട്ടിഫുൾ വുമൻ വിൽ എൻ്റർ ദ കഫേ. ഹാപ്പി ഫ്ലേർട്ട് വിത്ത് മിസ് Forsyth, a young woman seated at the next table. A prostitute ആണ്. Biff enters and Happy informs him that the girl is on duty. Happy instructs her to cancel her appointment and find a friend. Okay. Now Biff is upset. He went to Oliver's office. എന്താ അവിടെ സംഭവിച്ചത്, അവർ ആകെ പ്രതീക്ഷിതായിരുന്നു. And waited 6 hours to see him. But Oliver did not remember him at all. Biff was just a shipping clerk when he worked for Oliver, not a salesman. Biff stole Oliver's fountain pen. Happy directs Biff not to reveal to Willie what happened. അവിടെ 6 മണിക്കൂർ കാത്തിരുന്നു. അയാൾക്ക് ഓർമ്മയില്ല ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ളത്, ആരാണെന്നുള്ളതൊന്നും ഓർമ്മയില്ല.
അവസാനം ദേഷ്യം വന്ന് ഇയാൾ ഒലിവറിൻ്റെ ഫൗണ്ടെയിൻ പെൻ എടുത്തിട്ടാണ് പോകുന്നത് അവിടുന്ന്. ഓക്കെ, നോ സീൻ 8. വില്ലി ജോയിൻസ് ഹാപ്പി ആൻഡ് ബിഫ് ഇൻ ദ റെസ്റ്റോറൻറ്റ്. അപ്പോൾ എന്തായി, കൊളായി. ഫാദറിന് ജോബും പോയി, മകന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസും ഇല്ലാതായി. തിരിച്ച് വന്ന് പോരാനിട്ട് ഒലിവറിൻ്റെ അടുത്ത് ഒരു ഫൗണ്ടെയിൻ പെന്നും സ്റ്റോൾ ചെയ്തിട്ടാണ് ആര് വന്നിട്ടുള്ളത്, ബിഫ് വന്നിട്ടുള്ളത്. ഓക്കെ, നോ ബിഫ് സേസ് ഹി വാണ്ട്സ് ടു ഹാവ് എ ഡിസ്കഷൻ ബേസ്ഡ് ഓൺ ഫാക്ട്സ് ഓൺലി. അപ്പോൾ ഇതുവരെ ഫാക്ട്സ് അല്ലല്ലോ, കംപ്ലീറ്റ് പൊള്ളത്തരങ്ങളാണല്ലോ. ബിഫ് ഡസ് നോട്ട് നോ ഹു ഒറിജിനലി സെഡ് ഹി വാസ് എ സെയിൽസ്മാൻ ഫോർ ബിൽ ഒലിവർ when he was actually just a shipping clerk. Willie tells the boys that Howard fired him. Biff tries to explain what happened at Oliver's office, but Willie keeps interrupting him. Biff and Willie argue, and Willie accuses Biff of offending Oliver. Biff is exasperated. Means എന്തെല്ലാം കയ്യിൽ നിന്ന് പോയി, എല്ലാവരുടെയും കയ്യിൽ നിന്ന് പോയ അവസ്ഥയിലാണ് നിൽക്കുന്നത്, മക്കളുടെയും ഫാദറിൻ്റെയും. Continues primarily in the restaurant, although the house is lit when Linda appears. Biff is still sitting at the table with Biff. Willie is still sitting at the table with Biff and happy. Means എന്താണ്, ഒട്ടും ഒരു ഇതില്ലാത്ത രീതിയിലാണ് പോകുന്നത്. Biff attempts to describe his visit to Oliver, but Willie does not hear him. Instead, he hears young Bernard inform Linda that Biff failed math and will not graduate. Bernard also tells her that Biff took a train to Boston to talk with Willie. ഓക്കെ, അപ്പോൾ ആ സെറ്റപ്പ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലാവും, എങ്ങനെയാണ് ആ കുട്ടി അങ്ങനെ ബോസ്റ്റണിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായതും. ഓക്കെ. And then the exchange between Linda and Bernard ends as Biff finishes explaining why he took Oliver's pen. However, Willie did not hear Biff's explanation. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഒരു ടൈമിൽ ബിഫ് ഇങ്ങനെ വില്ലിനോട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാണ്, ഇങ്ങനെയാണ് സംഭവിച്ചത്, ഒലിവറിൻ്റെ ഓഫീസിൽ പോയി എനിക്ക് ദേഷ്യം വന്നു, ഞാൻ അങ്ങനെ അവിടുത്തെ പെണ്ണ് എടുത്തു എന്നൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതേ സമയം തന്നെ അപ്പുറത്ത് നടക്കുന്നത് എന്താണ്, ബെർണാഡിൻ്റെ എന്താ പറയുക, വില്ലിയുടെ മെമ്മറിയിൽ ബെർണാഡ് വരുന്നതും, ബെർണാഡ് ഇങ്ങനെ എന്താണ് ലിൻഡയോട് സംസാരിക്കുന്നതും, ഇങ്ങനെ ഈ ബിഫ് കുട്ടിയിരിക്കുമ്പോൾ ആ കുട്ടി എന്താണ് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത്, ബോസ്റ്റണിലേക്ക് ട്രാവൽ ചെയ്യാൻ തയ്യാറാകുന്നതൊക്കെയാണ് അവിടെ കാണുന്നത്. അറ്റ് എ ടൈം രണ്ടും ഇങ്ങനെ ഒരേ ടൈമിലാണ് നടക്കുന്നത്. അപ്പോൾ ബിഫിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും ആരും കേൾക്കുന്നില്ല, വില്ലി കേൾക്കുന്നത് മറ്റെന്തൊക്കെയാണ്, മീൻസ് ലിൻഡയും ബെർണാഡും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷനൊക്കെയാണ്. Willie overhears the operator at a hotel ring his room. ഓക്കെ, റൂമിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾക്കൊരു വിസിറ്റർ ഉണ്ട് എന്ന് പറയുന്നതും, Willie answers the operator telling her he is not available. Biff is confused and upset because Willie is behaving irrationally. ഇപ്പോൾ നടക്കുന്നത് എന്താണ്, ശരിക്കും ആ ഒരു പോയിന്റിലേക്ക് വരികയാണ്. ഓക്കെ, അതായത് വില്ലി എന്താ കേൾക്കുന്നത്, ഹോട്ടൽ റൂമിൽ അവിടെ ആ ഒരു സ്ത്രീയായിട്ട് ഹോട്ടൽ റൂമിലുണ്ടായിരുന്ന സമയത്ത് ഒരു ഓപ്പറേറ്റർ വിളിക്കുമല്ലോ, അപ്പോൾ നിങ്ങൾക്കൊരു വിസിറ്റർ ഉണ്ട് പറഞ്ഞിട്ട് വിളിക്കുന്നത്, അയാളുടെ ഒരു മെമ്മറിയിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ എന്നിട്ട് അതിനോട് മറുപടി പറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ടെല്ലിങ് ഹർ ഹി ഈസ് നോട്ട് അവൈലബിൾ എന്ന് പറയുന്നു. ശരിക്കും ഇയാൾ റിയാലിറ്റിയിൽ പ്രസൻറ്റിൽ എവിടെ ഇരിക്കുന്നത്, മക്കളുടെ മുന്നിലാണ് ഇരിക്കുന്നത്. ഓക്കെ, എന്നിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ഇവർക്കാകെ ബിഫ് ഈസ് കൺഫ്യൂസ്ഡ് ആൻഡ് അപ്സെറ്റ്. ചാർലിക്കൊക്കെ സംഭവിച്ച അതേപോലെ തന്നെ ബിഫ് ഈസ് കൺഫ്യൂസ്ഡ് ആൻഡ് അപ്സെറ്റ് ബിക്കോസ് വില്ലി ഈസ് ബിഹേവിങ് ഇറാഷണലി. Willie tells Biff that he is no good for anything until Biff states that he is supposed to meet with Oliver and his partner about the Florida idea. This brings Willie back to the present. അപ്പോൾ ഇതുവരെ ഒന്നും കേട്ടിട്ടില്ല, എന്നാലും വെറുതെ പറഞ്ഞു നോ ഗുഡ് ഫോർ എനിത്തിങ് എന്ന് മകനോട് പറയാണ്. Then Willie becomes angry because Biff refuses to meet with Oliver and his partners since he stole the fountain pen. അപ്പോൾ ഓൾറെഡി തീർത്ത് പോകുന്നില്ലേ, അപ്പോൾ ഇനിയിപ്പോൾ അവരെ പോയി കണ്ട മോശമാണ് എന്നുള്ള രീതിയിലാണ് ബിഫ് പറയുന്നത്. ബിഫ് then admits that he does not have an appointment with Oliver after all, that he only went to Oliver because of Willie. ജസ്റ്റ് ഒന്ന് പോയത് ശരിക്കും അപ്പോയിൻമെൻറ്റ് ഉണ്ടായിട്ടൊന്നുമല്ല, ജസ്റ്റ് വെറുതെ പോയി നോക്കിയതേ ഉള്ളൂ എന്ന് പറയുന്നു. ഓക്കെ, വില്ലി സ്ലിപ്സ് ബാക്ക് ഇൻ ടു ദ പാസ്റ്റ്. അപ്പോൾ എന്തായി, അപ്പോൾ ആ പ്രസൻറ്റിൽ ഇങ്ങനെ പ്രസൻറ്റും പാസ്റ്റും കൂടി അങ്ങനെ മിക്സ് ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. പ്രസൻറ്റും വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള പ്രസൻറ്റാണ്, പാസ്റ്റും വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള പാസ്റ്റാണ്. പാസ്റ്റിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ദ പോയിന്റ്. ഓക്കെ, ദ വുമൺ ഫ്രം ആക്ട് 1 സീൻ 6 ആസ്ക് ഇഫ് ഹി പ്ലാൻസ് ടു ഓപ്പൺ ദ ഡോർ. അപ്പോൾ ഇപ്പം കുട്ടി അവിടെ വന്നിട്ടുണ്ട്, മീൻസ് ബിഫ് കുട്ടി ഇരിക്കുന്ന സമയത്ത്, മീൻസ് അവന് ആ ഗ്രാജുവേഷൻ മാത്സിൽ തോറ്റു എന്ന് പറയാനും എന്താ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് അറിയാനും ഫാദറിനെ കാണാൻ ബോസ്റ്റണിൽ ചെന്നിട്ട് ആ ഹോട്ടലിൽ എത്തി ആ കുട്ടി ആ ഡോറിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ സ്ത്രീ ഇയാളും ഈ റൂമിലാണ് നിൽക്കുന്നത്. ഓക്കെ, അതാണ് അയാളുടെ മെമ്മറിയിൽ നടക്കുന്നത്. പക്ഷെ റിയാലിറ്റി എന്താണ്, ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നിട്ട് ഫാദറും മക്കളും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് അപ്പോൾ അയാളുടെ ആ മെമ്മറി ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് വരുന്നത്. വില്ലി സ്റ്റംബിൾസ് ഓഫ് ഇൻ ദ റെസ്റ്റോറൻറ്റ് ലുക്കിംഗ് ഫോർ എ ഡോർ. എന്താണ്
അതായത് ശരിക്കും ഇയാളുടെ മെമ്മറിയിൽ ഡോറ് ഓപ്പൺ ചെയ്യാൻ തീരുമാനിക്കുകയും എന്നിട്ട് ഇയാൾ റിയാലിറ്റിയിൽ ഇങ്ങനെ തപ്പാണ് എവിടെ ഡോറ് എന്ന് പറഞ്ഞിട്ട്. കാരണം ഇയാളുടെ റിയാലിറ്റിയും ഇയാളുടെ ഫാൻറ്റസിയും തമ്മിൽ അത്രയും മിക്സായി പോയിട്ടുണ്ട്. അപ്പം ആ മിംഗ്ലിങ് അത്രയും സിവിയർ ആയത് കാരണം റിയാലിറ്റിയിൽ ഇയാൾ തപ്പാണ് ഡോർ എവിടെ നോക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇയാൾക്ക് തുറക്കണം. ബിഫ് ബെഗ്സ് ഹാപ്പി ടു ഹെൽപ്പ് വില്ലി ആൻഡ് ഹി ഷോസ്, അത് റിയാലിറ്റിയിൽ. ഓക്കെ, ഹി ഷോസ് ഹാപ്പി ദ റബ്ബർ ഹോസ് ഹി ഫൗണ്ട്. ഹാപ്പി റെഫ്യൂസസ് ആൻഡ് ബ്ലെയിംസ് ബിഫ് ഫോർ വില്ലീസ് കണ്ടീഷൻ. ഹാപ്പി ടെൽസ് ദ ഗേൾസ്, അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, ദാറ്റ് വില്ലി ഈസ് നോട്ട് ഹിസ് ഫാദർ ആൻഡ് ദെൻ ഹി ലീവ്സ് വിത്ത് ദ ഗേൾസ് വിത്തൗട്ട് പേയിങ് ദ ടാബ്. അപ്പോൾ ക്യാഷ് ഒന്നും കൊടുക്കാതെ എന്താണ് അവിടുന്ന് ഹാപ്പി അങ്ങോട്ട് പോകാം. കാരണം അവന് അത്രയും ഡിസ്കസ്റ്റിംഗ് ആയിട്ട് തോന്നി ഇയാളുടെ പെരുമാറ്റം. ഇയാൾ ആകെ ക്രേസി ആയിട്ടാണ് പെരുമാറുന്നത്. ഇയാൾ ശരിക്കും ഇയാളുടെ ഇമാജിനേഷനിലാണ് ഇയാൾ ഈ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നതും എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട് ബിഫിന് മനസ്സിലാവുന്നില്ല. ഓക്കെ, നൗ വീണ്ടും ഹോട്ടൽ റൂമിലേക്ക് തന്നെ പോവുകയാണ്. ദാറ്റ് ഈസ് ദ വുമൺ ടെൽസ് വില്ലി ദാറ്റ് ഹി ഹാസ് റൂയിൻഡ് ഹെർ. ഓക്കെ, കാരണം കല്യാണം കഴിഞ്ഞ് ഭാര്യ മക്കളൊക്കെ ഉള്ള ഒരാൾ അവളായിട്ടൊരു ബന്ധം ഉണ്ടാക്കി. നൗ ദ തിങ് ഈസ് ദാറ്റ് ഷീ സേസ് ദാറ്റ് ഹി ഹാസ് റൂയിൻഡ് ഹെർ ആൻഡ് ദാറ്റ് ഷീ വിൽ സെൻഡ് ഹിം ഇൻ ടു ദ ബയേഴ്സ് ഇമ്മീഡിയറ്റ്ലി വെൻ എവർ ഹി ഈസ് ഇൻ ബോസ്റ്റൺ. ഓക്കെ, ദേ ആർ ഇൻ ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് ഡ്രസ്ഡ് വെൻ സംവൺ നോക്സ് ഓൺ ദ ഡോർ. ആരാക്കാരോ അവിടെ ബിഫായിരിക്കുമല്ലോ. Willie orders the woman to remain in the bathroom. Biff comes in and tells Willie that he failed math and will not graduate. Okay, അപ്പോൾ ബിഫ് അപ്പുറം അത് ആ പോയിന്റ് വരെയും ആ ഫാദറും മകനും നല്ല അറ്റാച്ച്മെൻറ്റിലാണ്, നല്ലൊരു ബന്ധമാണ് അവിടെ നിൽക്കുന്നത്. ബട്ട് എന്താ സംഭവിക്കുന്നത്? വില്ലി ഡിസൈഡ്സ് ടു ലീവ് ഇമ്മീഡിയറ്റ്ലി സോ ദാറ്റ് ഹി ക്യാൻ ടോക്ക് വിത്ത് ബിഫ്സ് ടീച്ചർ ബിഫോർ ദ സ്കൂൾ ക്ലോസസ് ഫോർ ദ സമ്മർ. നോർമൽ ഫാദറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേഗം പോകുക, എന്നാൽ സ്കൂൾ പൂട്ടുന്നതിൻ്റെ മുന്നേ പോയിട്ടൊന്ന് സംസാരിച്ച് നമുക്ക് ശരിയാക്കാം എന്ന് പറയുമ്പോൾ, അതായത് സമ്മർ ക്ലാസ്സുകളൊന്നും ഇവർ അറ്റൻഡ് ചെയ്തില്ല എന്ന് പറയുന്നുണ്ടല്ലോ ബെർണാഡ്. അപ്പോൾ അതിൻ്റെയൊക്കെ മുന്നേ നടക്കുന്നതാണ് ശരിക്കും നടന്നത്. നൗ വാട്ട് ഹാപ്പൻസ്, ഇവർ പോകാൻ നിൽക്കുകയെന്ന് കണ്ടപ്പോൾ ദ വുമൻ കംസ് ഔട്ട് ഓഫ് ദ ബാത്റൂം. വില്ലി പ്രിറ്റൻസ് ദാറ്റ് ഷീ ഈസ് സിംപ്ലി ബോറോയിങ് ഹിസ് ബാത്റൂം ആൻഡ് ഹി ടെൽസ് ഹെർ ടു ലീവ് ബട്ട് ഷീ റെഫ്യൂസസ് അൺടിൽ ഹി ഗീവ്സ് ഹെർ ദ സ്റ്റോക്കിങ്സ് ഹി പ്രോമിസ്ഡ്. ഓക്കെ, അവർ പോകാൻ തയ്യാറായില്ല. നിങ്ങൾ പറഞ്ഞ ആ സംഭവം സ്റ്റോക്കിങ്സ് എനിക്ക് തന്നാൽ ഞാൻ പോവുള്ളൂ എന്ന് അവർ പറയുന്നു. ഇതാര് കാണാണ്? മകൻ നിന്ന് കാണുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ പ്രോബ്ലം ബിറ്റ്വീൻ ദ ഫാദർ ആൻഡ് ദ സൺ. ഓക്കെ, ബിട്രയൽ, ചീറ്റിംഗ് ഹിസ് മദർ. അപ്പോൾ എന്താണ്, ഇത്രയും നല്ലൊരു ഇമേജാണ് ഫാദറിന് ഉണ്ടായിരുന്നത് മകൻ്റെ മുന്നിൽ, അതങ്ങ് തകർന്ന് ഉടഞ്ഞ് പൊട്ടി പോവുകയാണ് ചെയ്യുന്നത്. വില്ലി ഓർഡേഴ്സ് ബിഫ് ടു ഹിം പാക്ക് ബട്ട് ബിഫ് റെസിസ്റ്റ്. Biff calls Willie a liar and a phony little fake. The scene shifts back to the restaurant. Stanley helps Willie to the door because he is disoriented. Stanley gives him directions to a feed store. Okay, അപ്പോൾ രണ്ട് മക്കളും അവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത്. Now scene 11 takes place at home. Linda is furious with the boss because they left Willie at the restaurant. She orders them out of the house. Happy attempts to give her flowers, but she knocks them to the floor and then order him to clean it up. Biff insists on talking with Willie, but Linda forbids him. Willie is outside planting his garden. Okay, അപ്പം ആകെ ദേഷ്യം വന്നു ലിൻഡയ്ക്ക് തറഞ്ഞപ്പോൾ. ബിഗിൻസ് ഇൻ ദ ബാക്ക് യാർഡ്. വില്ലി ഈസ് മെഷറിംഗ് ദ ഡയമെൻഷൻ ഓഫ് ദ ഗാർഡൻ ആൻഡ് ടോക്കിംഗ് ടു ഹിംസെൽഫ്. ബെൻ എൻറ്റേഴ്സ് ആൻഡ് ഡിസ്കസസ് വില്ലീസ് പ്ലാൻ ടു കമ്മിറ്റ് സൂയിസൈഡ്. അപ്പം അതിലേക്ക് ആര് വരികയാണ്? ആ ബെന്ന് വരികയാണ്. ബെന്നൊരു മെമ്മറി ആയിട്ട് വരികയാണ്. മെമ്മറി അല്ല, ഫാൻറ്റസി ആയിട്ടാണ് ഇവിടെ വരുന്നത്. ബെൻ കോഷ്യസ് വില്ലി ദാറ്റ് ദ ഇൻഷുറൻസ് കമ്പനി മൈറ്റ് റെഫ്യൂസ് ടു പേ ദ ഇൻഷുറൻസ് പോളിസി. കാരണം എന്താണ്, ലൈഫ് ഇൻഷുറൻസ് പോളിസി സൂയിസൈഡ് കമ്മിറ്റ് ചെയ്താൽ കൊടുക്കില്ല. വില്ലി ഇമാജിൻസ് ബിഫ്സ് റിയാക്ഷൻ ടു എ ഗ്രാൻഡ് ഫ്യൂണറൽ. വില്ലി വാണ്ട്സ് ബിഫ് ടു റിയലൈസ് ദാറ്റ് ഹിസ് ഫാദർ വാസ് നോൺ ആൻഡ് റെസ്പെക്റ്റഡ് ത്രൂ ഔട്ട് ന്യൂ ഇംഗ്ലണ്ട്. Ben warns him that Biff will be considered as a coward. Okay, കവേർഡായിട്ടായിരിക്കും മകൻ കാണുക എന്ന്, അല്ലാതെ നിങ്ങൾ എഴുതുന്ന പോലെ വലിയ സംഭവമായിട്ടൊന്നും നിങ്ങളെന്നെ ആരും കാണില്ല എന്ന് പറയണം. ഓക്കെ, നൗ ടൈം ഈസ് അപ്പ്.